കേൾക്കാമെന്ന് കരുതുന്നു. പ്രൈസ് ഗോഡ്. ഈ രാത്രിയിൽ ദൈവസഭയോട് ചേർന്ന് കർത്താവിനെ ആരാധിപ്പാൻ കർത്താവ് ജീവിതത്തിൽ അവസരം തന്നു. പ്രത്യേകിച്ച് വചന ശുശ്രൂഷയ്ക്കായിട്ട് ദൈവസഭയെ ഒരുക്കിയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവസഭയോട് നന്ദി പറയുന്നു. ഒരുമിച്ച് ഈ രാത്രിയിൽ നാം ദൈവവചനം ചിന്തിക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആരാധന അനുഭവിക്കുവാൻ, ദൈവത്തെ ആരാധിപ്പാൻ കർത്താവ് കൃപ തന്നു. സ്നേഹമാം ദൈവമേ, നീ എന്നിൽ അനുദിനം വളരണമേ. കർത്താവിന്റെ ദാസന് ആരാധന ലീഡ് ചെയ്തപ്പോ ഒരു കാര്യം പറഞ്ഞു. നമ്മൾ പലപ്പോഴും പറയുന്നവര് മാത്രമാ. പലപ്പോഴും അത് നമ്മൾ ആരാധനയ്ക്കൊക്കെ ഇരിക്കുമ്പോ അങ്ങ് പറയും. പക്ഷെ എഴുന്നേറ്റ് പോയി കഴിയുമ്പോൾ ആ വളരണമെന്നുള്ള ആഗ്രഹവും അതിനകത്ത് നിൽക്കണമെന്നുള്ള ആഗ്രഹവും പലപ്പോഴും ഇല്ലാതെ പോകുന്ന ഒത്തിരി അനുഭവങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രിയിൽ നാം സങ്കീർത്തനം ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്തൃദാസൻ നമ്മളോട് പറഞ്ഞ ഒരു കാര്യം, കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തു. അതെല്ലായിടത്തും നമ്മൾ കേട്ടോണ്ടിരിക്കുക. ഇന്ന് രാത്രിയിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ അത് ഓർമ്മിപ്പിച്ചത് വെറുതെയാണെന്ന് ചിന്തിക്കുന്നുണ്ടോ? ഇല്ല. നമ്മളെ ഒരു പ്രാവശ്യം കൂടെ ഓർപ്പിച്ചുണർത്തുകയാണ് അവന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ, അവന്റെ വരവിന് വേണ്ടി ആ ഒരു അകത്തു നിന്നുള്ള ഒരു ആഗ്രഹം. കർത്താവേ വരണമേന്ന് നമ്മൾ പറയുമ്പോൾ വാസ്തവമായിട്ടും വന്നാൽ പോകാനുള്ള ഒരുക്കം എനിക്കുണ്ടെന്നുള്ള ആ ഒരു പൂർണ്ണ ബോധ്യത്തോടെ പറയുവാനൊക്കെ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് നാം ദൈവവചനം ചിന്തിക്കുമ്പോൾ വളരെ ഏകാഗ്രതയോടെ, ഒത്തിരി തുറന്ന ഒരു ഹൃദയത്തോടെ അരുളി ചെയ്യണമേ. അടിയൻ കേൾക്കുന്നു, അത് ഗ്രഹിപ്പാനും അനുസരിപ്പാനുമുള്ള കൃപ എനിക്ക് തരണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ അവൻ തൃപ്തിപ്പെടുത്തുന്ന ദൈവമാണ്. നാം ഒരു തുറന്ന മനസ്സോടെ ഇരിക്കുന്നുവെങ്കിൽ ദൈവത്തിന് ആരിലൂടെയും നമ്മളോട് സംസാരിക്കാൻ കഴിയും. അവന് ഒരു കഴുത ആണെങ്കിലും ദൈവത്തിന് ദൈവശബ്ദം ഭൂമിയിലേക്ക് കൊണ്ടുവരുവാൻ കഴിയും. അതുകൊണ്ട് ഈ രാത്രിയിൽ ഒരു തുറന്ന ഹൃദയത്തോടെ കർത്താവേ എന്നോട് സംസാരിക്കണം, എന്റെ ഹൃദയത്തോട് ഇടപെടണം. പ്രിയപ്പെട്ട ബിബിൻ പ്രാർത്ഥിച്ചതുപോലെ കർത്താവേ ഞങ്ങളോട് പറയാനുള്ളത്, ദൈവസഭയോട് പറയാനുള്ളത് ഇന്ന് രാത്രിയിൽ അത് കേൾക്കുവാനുള്ള ഒരു കാത് ഞങ്ങൾക്ക് തരണമേ. അത് പറയത്തക്കവണ്ണം ഈ ദാസിയെ ഞങ്ങളുടെ നടുവിൽ അങ്ങയുടെ ഒരു ചാനലാക്കി വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായി ഞങ്ങളുടെ ദൈവമേ, സ്തുതി പിതാവേ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയോട് അടുത്ത് വരുന്നു. ഒരു വലിയ ദൈവ സാന്നിധ്യത്തിന്റെ നടുവിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. നീ ആരാധിപ്പാൻ ഞങ്ങൾക്ക് അനുവാദം തന്നു. സങ്കീർത്തനത്തിൽ നിന്ന് എളിയവരെ ആദരിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ച് ഞങ്ങളെ കേൾപ്പിച്ചു. ഈ ഭൂമിയിൽ ആരും ഞങ്ങളെ ആദരിച്ചില്ലെങ്കിലും ഈ ഭൂമിയിൽ എല്ലാവരും ഞങ്ങളെ എളിയവരായിട്ട് കണ്ടാലും ഹല്ലേലൂയ, സ്തോത്രം. ഒരിക്കലും ഈ ഭൂമിയിലേക്ക്, ഈ താണഭൂമിയിലേക്ക് എളിയവനായി ഇറങ്ങി വന്ന, എളിയവരുടെ കൂടെ നടന്ന, എളിയവരിൽ ഒരുവനായി ജീവിച്ച് ഹല്ലേലൂയ, സ്തോത്രം. അന്നത്തെ ആ കാലഘട്ടത്തിൽ ഹല്ലേലൂയ, സ്തോത്രം, അനുഭവിക്കാവുന്ന ഏറ്റവും താഴ്ചയേറിയ ഹല്ലേലൂയ, സ്തോത്രം, ക്രൂശ് അനുഭവിച്ച് ഞങ്ങൾക്ക് വേണ്ടി അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും സ്വർഗത്തിൽ പക്ഷപാതം ചെയ്യുന്ന ആ പുത്രന്റെ മക്കളാക്കി തീർക്കുവാൻ ഞങ്ങളോട് മനസ്സലിഞ്ഞതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അങ്ങ് എളിയവനായി ഭൂമിയിൽ വന്നതുകൊണ്ട് എളിയവരുടെ എല്ലാ വേദനകളും അങ്ങേക്ക് അറിയാം. എളിയവരെ ആദരിക്കുവാൻ അങ്ങേക്ക് മനസ്സുണ്ടാകുമെന്ന് ഞങ്ങൾക്കറിയാം. എന്നാൽ എന്റെ കർത്താവേ, ഈ രാത്രിയിൽ ഞങ്ങളോട് ഹൃദ്യമായി സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന എളിയവരെ ക്രൂശ് കൊണ്ട് മറയ്ക്കണമേ. അങ്ങ് മാത്രം സംസാരിക്കണമേ. ജഡത്തിൽ നിന്നൊരു വാക്കുപോലും ഉരിയാടാൻ ഇടയാക്കല്ലേ. ക്രൂശിനെ ഉയർത്തുവാൻ, ക്രിസ്തുവിനെ ഉയർത്തുവാൻ ഈ രാത്രിയിൽ ഒരു പ്രാവശ്യം കൂടെ അടിന്റെ ജീവിതത്തിൽ ഭാഗ്യം തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കേൾക്കപ്പെടുന്നവർക്ക് അനുഗ്രഹമായി മാറുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വചനത്തിൽ ഹല്ലേലൂയ, സ്തോത്രം, മറഞ്ഞിരുന്നത് അടിന്റെ ആത്മാവിൽ വെളിപ്പെട്ട് കിട്ടിയത് ഹല്ലേലൂയ, സ്തോത്രം, ജനത്തോട് പറയുവാനുള്ള വാക്കുകളെ തരണം. അത് കൃപയോടെ പറയുവാൻ, ശക്തിയോടെ പറയുവാൻ, പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണ ബലത്തോടുകൂടി പറയുവാൻ, ബഹുനിശ്ചയത്തോടുകൂടി പറയുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരുടെ ക്രൂശ് കൊണ്ട് മറച്ചു നിർത്തണം. അങ്ങ് മാത്രം വെളിപ്പെട്ട് നിൽക്കണം. പരിശുദ്ധാത്മാവ് ശുശ്രൂഷിക്കണം. അല്ലെങ്കിൽ ഈ രാത്രിയിലെ ഹല്ലേലൂയ, സ്തോത്രം, വചന ശുശ്രൂഷയ്ക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, വചന ശുശ്രൂഷ
ശുശ്രൂഷയ്ക്കായും വചനം കേൾക്കുന്നവരുടെ മേലും ഈ വചനം എവിടെയൊക്കെ എത്തുന്നുവോ ആ ജീവിതങ്ങളുടെ മേൽ അങ്ങ് ക്രിയ ചെയ്യേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. ലോർഡ്, I declare the lordship of Jesus Christ of Nazareth over today's hallelujah message, oh Lord. കർത്താവേ, അങ്ങ് അത് ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പൂർണ്ണ കർത്തൃത്വത്തിന്റെ കീഴിൽ അങ്ങ് ഞങ്ങളെ ഇരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങെടുക്കണം. യേശു ക്രിസ്തു മുഖാന്തരടികൾ ഒരുമിച്ച് അങ്ങയോട് ചോദിക്കുന്നു. കൃപ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. ഈ രാത്രിയിൽ നാം ഒരുമിച്ച് ചിന്തിക്കുന്ന വിഷയം ഡോണ്ട് ഗിവ് അപ്പ്. നമ്മുടെ ജീവിതത്തിൽ നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ, ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ നമുക്ക് പലതും വിട്ടുകളയാൻ തോന്നുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. പലതും വേണ്ടെന്ന് വെക്കാൻ തോന്നും, മതിയെന്ന് തോന്നും. ജീവിച്ചിട്ട് അല്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് ഉപവസിച്ചിട്ട് ഇങ്ങനെയൊക്കെ ആയിട്ട് വലിയ കാര്യമൊന്നുമില്ല, എങ്ങനെയെങ്കിലും ഒക്കെ അങ്ങ് ജീവിച്ചാൽ മതി എന്ന് തോന്നുന്ന, അങ്ങനെ ഒരു തോന്നലിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന, അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് നമ്മളെ തള്ളിയിടുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നു, ഡോണ്ട് ഗിവ് അപ്പ്. വിട്ടുകളയരുത്, വിട്ടുകൊടുക്കരുത്. ഒരു കാരണവശാലും ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിന്റെ നടുവിലും വിട്ടുകളയരുത്. ഈ ഭാഗം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഞാൻ പഴയ നിയമത്തിലെ ഒരു പുസ്തകമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ കരങ്ങളിൽ തന്നത്. ദാനിയേൽ പ്രവചനം. ദാനിയേൽ പ്രവചനത്തിന് എനിക്കും നിങ്ങൾക്കും അറിയാവുന്നതുപോലെ 12 അധ്യായങ്ങളുണ്ട്. ഈ 12 അധ്യായങ്ങളിൽ ഒത്തിരി സ്വപ്നങ്ങൾ, ഒത്തിരി വ്യാഖ്യാനങ്ങൾ, ഒത്തിരി പ്രവചനങ്ങൾ, അന്ത്യകാലം വരെയുള്ള പലതും അതിനകത്ത് ഉൾക്കൊണ്ട് നിൽപ്പുണ്ട്. പഴയ നിയമത്തിലെ വെളിപ്പാട് പുസ്തകമെന്ന് വിശേഷിപ്പിക്കുവാൻ കഴിയുന്ന വിധത്തിൽ ദാനിയേൽ പ്രവചനം നമ്മുടെ ബുദ്ധിക്ക് പലപ്പോഴും മറഞ്ഞിരുന്ന ഒത്തിരി കാര്യങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. നീണ്ട കാലഘട്ടങ്ങൾ ദൈവത്തിന്റെ ഭൃത്യന്മാർ, ദൈവവചനം മുറിച്ച് പഠിക്കുവാൻ ശ്രമിച്ചവർ, ദൈവഭക്തന്മാർ ഈ പുസ്തകത്തിനകത്തെ രഹസ്യം വെളിപ്പെട്ട് കിട്ടുവാൻ ഒത്തിരി പ്രയാസപ്പെട്ടു. പക്ഷേ ആ കാലഘട്ടത്തിൽ ദാനിയേലിനോട് തന്നെ ദൈവം പറഞ്ഞു, ഇത് അന്ത്യകാലത്തേക്കുള്ളതാണ്, അതുകൊണ്ട് അടച്ചു മുദ്രയിടുക. എന്നാൽ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ ദൈവം ഇതിന്റെ മുദ്ര പൊട്ടിച്ച് മറനീക്കി കാണിക്കുന്നത് പോലെ ദൈവജനത്തിന്റെ മുമ്പിൽ, ഭക്തന്മാരുടെ മുമ്പിൽ ഇത് വെളിപ്പെടുത്തി കൊടുക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ദാനിയേൽ പ്രവചനത്തിലെ രഹസ്യങ്ങൾ ദൈവം തുറന്നു കൊടുത്തു എന്ന് കാണുമ്പോൾ തന്നെ ഞാനും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, ഇത് ഒരു അന്ത്യകാലമാണ്. കാരണം ദൈവം തന്നെ പറഞ്ഞു, ഇത് അന്ത്യകാലത്തേക്കുള്ളതാണ്. അന്ത്യകാലത്തേക്ക് മുദ്രയിട്ട് വെച്ചോ ദാനിയേലേ, നീ പൊയ്ക്കൊള്ളുക. ഹല്ലേലൂയ. നീ നിദ്ര പ്രാപിച്ചോ, നീ നിന്റെ ഓഹരി വാങ്ങിക്കാൻ എഴുന്നേറ്റ് വന്നാൽ മതിയെന്ന് ദാനിയേലിനോട് പറയുകയാണ്. എന്നാൽ അന്ത്യകാലമായപ്പോഴേക്കും ഇതിന്റെ മുദ്ര പൊട്ടിച്ചു കൊടുത്തു. ദാനിയേൽ പ്രവചനത്തെയും വെളിപ്പാട് പുസ്തകത്തെയും കണ്ടെത്തി ഭക്ഷിക്കാനുള്ള ഭാഗ്യം ലഭിച്ച ഒരു തലമുറയിൽ ജനിക്കാനും ജീവിക്കാനും തമ്പുരാൻ നമ്മൾക്ക് ഭാഗ്യം തന്നു. അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അന്ത്യകാലത്തിന് സാക്ഷ്യം നിൽക്കുവാനുള്ള ഒരു തലമുറയിൽ ദൈവം എന്നെയും നിങ്ങളെയും ജനിപ്പിച്ചു. അതോർത്ത് സ്തോത്രം ചെയ്യണം. അന്ത്യകാലം എന്ന് പറയുമ്പോൾ അന്ത്യകാലം യേശു ക്രിസ്തുവിന്റെ ഹല്ലേലൂയ ശുശ്രൂഷയോടുകൂടി അന്ത്യകാലം ആരംഭിച്ചതാണ്. അതിന്റെ ഒന്നും വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. എന്നാൽ ഞാനും നിങ്ങളും ഇപ്പോൾ ആയിരിക്കുന്നത് പലപ്പോഴും ഓർമ്മിപ്പിച്ചിട്ടുള്ളത് പോലെ പറയട്ടെ, അന്ത്യകാലത്തിലല്ല, അന്ത്യവർഷത്തിലുമല്ല, അന്ത്യ മൈക്രോ സെക്കൻഡുകളിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാലമിനി അധികം ഇല്ല, കാലമിനി അധികം മുന്നോട്ട് ഇല്ല. ഒരു പക്ഷേ ലോകത്തിന് ഇനിയും കുറേയും കൂടെ കാലഘട്ടങ്ങളുണ്ട് കേട്ടോ. ഈ ലോകത്തിന് കുറച്ച് വർഷങ്ങൾ കൂടെ ബാക്കിയുണ്ട്. പക്ഷെ ദൈവസഭയ്ക്ക് ഇനി അധികകാലം ഈ ഭൂമിയിലില്ല. ദൈവസഭയുടെ അന്ത്യ നിമിഷങ്ങൾ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാനും നിങ്ങളും ഒന്നിനോടും കോംപ്രമൈസ് ചെയ്യാതെ, ഒന്നിനെയും വിട്ടുകൊടുക്കാത്ത ഒരു ക്രിസ്തീയ ജീവിതം നയിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഈ പുസ്തകത്തിന് 12 അധ്യായങ്ങൾ ഉള്ളപ്പോൾ ഈ 12 അധ്യായത്തിൽ നിന്നും ഓരോ അധ്യായത്തിലും ചിലതിനൊക്കെ ജീവിതം വിട്ടുകൊടുക്കരുത് എന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും.
12 അധ്യായങ്ങളിലും പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യം കൂടെ വിശദീകരിക്കാൻ എന്റെ മുമ്പിൽ സമയമില്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. എന്നാൽ അതിനകത്ത് നിന്ന് ഈ 12 അധ്യായങ്ങളിലും വിവരിച്ചിരിക്കുന്ന വിഷയങ്ങളുടെ ടൈറ്റിൽ മാത്രം ഞാനൊന്ന് നിങ്ങളോട് പറയാം. 1-ാം അധ്യായത്തിൽ നമുക്ക് പഠിക്കുവാൻ കഴിയുന്ന കാര്യം ഡോണ്ട് ഗിവ് അപ്പ് ഓൺ ഹോളിനെസ്. വിശുദ്ധ ജീവിതത്തിന് ഒരു വിട്ടുവീഴ്ചയും വരുത്തരുത്. 1-ാം അധ്യായത്തിന്റെ സന്ദേശം ഡോണ്ട് ഗിവ് അപ്പ് ഓൺ ഹോളിനെസ്. വിശുദ്ധ ജീവിതത്തിന് ഒരു വിധത്തിലും ഒരു കോംപ്രമൈസും പാടില്ല. 2-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് ഡോണ്ട് ഗിവ് അപ്പ് ടു ദ ഡെത്ത് ഡിഗ്രി ഓഫ് ദി എനിമി. ശത്രു നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെക്കുന്ന ചില മരണത്തിന്റെ കെണികളുണ്ട്. അതിന്റെ മേൽ ജീവിതത്തെ വിട്ടുകൊടുക്കുവാനായി പാടില്ല. 3-ാം അധ്യായത്തിൽ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത് ഡോണ്ട് ഗിവ് അപ്പ് ഓൺ ട്രൂ വർഷിപ്പ്. സത്യാരാധനയുടെ മുമ്പിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യുവാൻ പാടില്ല. 4-ാം അധ്യായം നമ്മെ പഠിപ്പിക്കുന്നു. 4-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് അവിടെ നിന്ന് പഠിക്കുവാൻ കഴിയുന്ന ഒരു കാര്യം ഡോണ്ട് ഗിവ് അപ്പ് ടു ദ ഫിയർ ഓഫ് പണിഷ്മെന്റ്. നമുക്ക് ലഭിക്കാൻ സാധ്യതയുള്ള ചിലതിനോടൊക്കെ കോംപ്രമൈസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഈ ഭൂമിയിൽ ലഭിക്കാൻ സാധ്യതയുള്ള ചില ശിക്ഷകളെ ഭയപ്പെടരുതെന്ന് 4-ാം അധ്യായം നമ്മെ പഠിപ്പിക്കുകയാണ്. 5-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ 5-ാം അധ്യായം നമ്മെ പഠിപ്പിക്കുന്നത് ഡോണ്ട് ഗിവ് അപ്പ് ടു ദ eye-catching gifts and positions offered by a king who defiled the temple vessels. വിശുദ്ധമായ ചിലതിനെ അശുദ്ധമാക്കി തീർത്ത, അതിന് യാതൊരു വിലയും കൽപ്പിക്കാത്ത രാജാക്കന്മാർ, അധികാരികൾ വെച്ചു നീട്ടുന്ന കാതിനിമ്പമായതും കണ്ണിന് രസകരമായതും ജീവിതത്തിൽ നല്ലതെന്നും തോന്നുന്ന ഓരോ സമ്മാനങ്ങളുടെയും മുമ്പിൽ കണ്ണുമഞ്ഞളിച്ച് അതിനെ എടുക്കുവാൻ തക്കവണ്ണം കൈനീട്ടരുത്. ജീവിതം അതിനു വേണ്ടി വിട്ടുകൊടുക്കരുത് എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. 6-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ 6-ാം അധ്യായത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു കാര്യം ഡോണ്ട് ഗിവ് അപ്പ് ഓൺ യുവർ ക്രിസ്ത്യൻ ഡിസിപ്ലിൻ, your prayer routines. ഇനി എന്തെല്ലാം സംഭവിച്ചാലും, ഇനി ഒരു സിംഹക്കുഴി മുമ്പിൽ വന്ന് നിൽക്കുന്നുവെന്ന് പറഞ്ഞാൽ പോലും, എന്തെല്ലാം കൽപ്പനകൾ എതിരായി വന്നെന്ന് പറഞ്ഞാലും, ഒരു കാരണവശാലും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ അഭ്യസിപ്പിച്ച ഒരു ക്രിസ്ത്യൻ ഡിസിപ്ലിൻസ് ഉണ്ട്, ചില പ്രാർത്ഥനാ രീതികളുണ്ട്. അതിനെ ഒരിക്കലും വിട്ടുകളയരുതെന്ന് 6-ാം അധ്യായം നമ്മെ പഠിപ്പിക്കുന്നു. 7-ാം അധ്യായം നമ്മളോട് പറയുന്ന കാര്യം ഡോണ്ട് ഗിവ് അപ്പ് ഓൺ സീക്കിംഗ് ഗോഡ്സ് ഫേസ്. ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുന്നതിൽ നിന്ന് ഒട്ടും പുറകോട്ട് പോകരുത്. അത് പറയുമ്പോൾ ഒരു വാക്കൊന്ന് പറഞ്ഞിട്ട് പോകാം. 6-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം നാം വായിക്കുന്നത്, എന്നാൽ ദാനിയേൽ ദാര്യാവേശിന്റെ വാഴ്ചയിലും പാഴ്സി രാജാവായ കോരശിന്റെ വാഴ്ചയിലും ശുഭപ്പെട്ടിരുന്നു. നല്ല വാക്കാണ്. ഹല്ലേലൂയ. രാജാക്കന്മാരുടെ കാലഘട്ടങ്ങളിൽ അവൻ ശുഭപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് 7-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, ബാബേൽ രാജാവായ ബെൽശസ്സറിന്റെ 1-ാം ആണ്ടിൽ ദാനിയേൽ ഒരു സ്വപ്നം കണ്ടു. അവന് കിടക്കയിൽ വെച്ച് ദർശനങ്ങൾ ഉണ്ടായി. അവൻ സ്വപ്നം എഴുതി കാര്യങ്ങൾ സാരം ഒക്കെ വിവരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് താഴോട്ട് നമുക്ക് വായിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഇവിടെ ഇതാ ദാനിയേൽ ശുഭപ്പെട്ടിരിക്കുകയാണ്. അവന് നല്ല പൊസിഷനിലാണ്, അവൻ എല്ലാ അധികാരങ്ങളും കയ്യിലുണ്ട്, അവന് വേണ്ടതെല്ലാം അവനുണ്ട്. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, സ്തോത്രം. അവന് യാതൊരു സ്ട്രഗിളുമില്ല. പക്ഷേ അതിന്റെ നടുവിലും, ആ കംഫർട്ട് സോണിലും, ആ പൊസിഷന്റെ നടുവിലും എല്ലാം ശുഭമായിരിക്കുമ്പോഴും ദൈവത്തിന്റെ മുഖം തേടുന്നതിൽ ദാനിയേൽ ഒരു വിട്ടുവീഴ്ചയും കാണിച്ചു. അപ്പോൾ 7-ാം അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നു ഡോണ്ട് ഗിവ് അപ്പ് ഓൺ സീക്കിംഗ് ഗോഡ്സ് ഫേസ്. ദൈവത്തിന്റെ മുഖം ഏത് സാഹചര്യത്തിലും, ഉയർച്ചയിലും താഴ്ചയിലും, നന്മയിലും തിന്മയിലും, ദുഃഖത്തിലും സന്തോഷത്തിലും, ഞെരുക്കത്തിലും വിശാലതയിലും ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുന്നത് വിട്ടുകളയരുത്. 8-ാം അധ്യായം
നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, don't give up on receiving a revelations or vision. ഒരു വിധത്തിലും ദൈവത്തിൽ നിന്നുള്ള ദർശനം പ്രാപിക്കുന്നത്, ഞാൻ മുമ്പേ പറഞ്ഞത് ഓർമ്മ വേണം, നല്ല സുഖകരമായിട്ട് ജീവിക്കുകയാ, എല്ലാം ശുഭമായിരിക്കുകയാ. പക്ഷെ അതിന്റെ നടുവിലും ഒരു സ്വപ്നം കിട്ടിയാൽ അവൻ അതിന്റെ വ്യാഖ്യാനം വേണം. അവൻ ദർശനം പ്രാപിക്കുവാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നത് ഒരിക്കലും വിട്ടുകളയരുത്. പ്രായമായി കുറെ രാജാക്കന്മാരെയൊക്കെ സേവിച്ചു. എന്റെ ജീവിതത്തിന്റെ ആരംഭകാലങ്ങളിൽ ഞാൻ അങ്ങനെ ആയിരുന്നു, ഞാൻ ഇങ്ങനെ ആയിരുന്നു. 25 വർഷം മുമ്പ് ഞാൻ രക്ഷിക്കപ്പെട്ടു. അന്ന് ബോംബെയുടെ പ്രദേശങ്ങളിൽ ഞാൻ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു, ഞാൻ ഒത്തിരി ദൈവത്തിന് വേണ്ടി നിന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ഇച്ചിരി റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുകയാണോ? പണ്ടത്തെ സാക്ഷ്യങ്ങൾക്ക് പകരം ഇന്നൊരു സാക്ഷ്യം പറയുവാനായിട്ടുണ്ടോ? പണ്ട് കിട്ടിയ ഒരു ദർശനത്തിന് പകരം ഇന്നൊരു ദർശനം പറയുവാനായിട്ടുണ്ടോ? പണ്ട് പറഞ്ഞ എന്തെങ്കിലും വെളിപ്പാടുകൾക്ക് പകരം ഇന്നൊരു വെളിപ്പാട് പറയുവാനായിട്ടുണ്ടോ? ക്രിസ്തീയ ജീവിതം ഒത്തിരി മുന്നോട്ട് പോയി കഴിയുമ്പോൾ നാം വിട്ടുകളയുന്ന ഒന്നാണ് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുക എന്നുള്ളത്. ഇപ്പൊ പിന്നെ ഒത്തിരി ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ട കാര്യമൊന്നുമില്ല. ഏത് ചാനൽ തുറന്നു നോക്കിയാലും ഏത് മീഡിയയിലോട്ട് കയറിയാലും നമുക്ക് ഇഷ്ടം പോലെ പ്രാപിക്കാം. പ്രാപിച്ചോ കേട്ടോ, പക്ഷേ ദൈവത്തിൽ നിന്ന് നേരിട്ട് പ്രാപിക്കുന്നതിന് ഒരു പ്രത്യേക സന്തോഷമാണ്. ഞാനിതിനെ ഊന്നി പറയുന്നതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? നിങ്ങളിൽ പലരും, മിക്കവാറും ഉള്ളവരെല്ലാം ഹല്ലേലൂയ സ്തോത്രം, ദൈവവചനം ശുശ്രൂഷിക്കുന്ന ഇതിന്റെ നടുവിൽ ദൈവദാസന്മാരുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. മുനച്ചാനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. താൻ ഒത്തിരി ദൂരെ ആണെങ്കിലും ഒത്തിരി ലേറ്റ് ആയിട്ടാണെങ്കിലും ഈ ശുശ്രൂഷയ്ക്ക് ജോയിൻ ചെയ്യുന്നതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ നടുവിൽ വചനം ശുശ്രൂഷിക്കുന്നവർ ഒത്തിരി പേര് ഇതിന്റെ നടുവിലുണ്ട്. ഹല്ലേലൂയ. ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ എല്ലാവരും മറ്റ് പലരിൽ നിന്നും കേട്ട എത്രയോ നല്ല ദൂതുകളുണ്ട്. നമ്മുടെ നടുക്ക് എത്രയോ നല്ല ബൈബിൾ ക്ലാസ്സുകൾ നടന്നിട്ടുണ്ട്. ആ ദൂതുകളെക്കാൾ ഒക്കെ കൂടുതൽ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒരു ക്രൈസിസ് വരുമ്പോൾ ആദ്യം മനസ്സിൽ ഓടിയെത്തുന്നത് എവിടെയെങ്കിലും കേട്ട ഒരു പ്രസംഗമാണോ, അതോ ഞാനും നിങ്ങളും ദൈവത്തിൽ നിന്ന് നേരിട്ട് കേട്ട ചിലതാണ്? ദൈവത്തിൽ നിന്ന് നേരിട്ട് കേട്ട ചിലത് പെട്ടെന്ന് മനസ്സിലോടി വരും. അത് നമ്മുടെ ഹൃദയത്തെ ഉറപ്പിക്കും. അത് നമ്മുടെ സാഹചര്യങ്ങളിൽ നമ്മളെ പിടിച്ചു നിർത്തും. അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നത് വിട്ടുകളയരുത്. 9-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് പഠിക്കുവാനായിട്ട് അറിയുന്ന ഒരു കാര്യം, ഇദ്ദേഹം ഇരമ്യാ പ്രവചനത്തിനകത്ത് നിന്ന് ഒത്തിരി കാര്യങ്ങൾ കണ്ടുപിടിക്കുകയാണ്. ഹല്ലേലൂയ. പ്രവാസകാലം തീരാറായി, 70 ആഴ്ചവട്ടത്തിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയാണ്. ഡോണ്ട് ഗിവ് അപ്പ് ഓൺ മെഡിറ്റേറ്റിംഗ് ദ വേർഡ്. എന്റെ ജീവിതം അവസാനിക്കാൻ പോവുകയാണ്, ഞാൻ പ്രവാസത്തിലാണ് തീരാൻ പോകുന്നത്. അത് പഠിക്കുമ്പോഴും ദാനിയേലിന് അറിയായിരുന്നു, താൻ പ്രവാസം തീർത്തു പോകത്തില്ല, താൻ ഇവിടെ തന്നെ അവസാനിക്കത്തുള്ളൂ. മറ്റുള്ളവർക്ക് വേണ്ടി എന്തിനാ ഞാനിത് കണ്ടുപിടിക്കുന്നത്? ദൈവ പൈതലേ, ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. ഹല്ലേലൂയ സ്തോത്രം. ഡോണ്ട് ഗിവ് അപ്പ് ഓൺ മെഡിറ്റേറ്റിംഗ് ദ വേർഡ്. എത്ര പ്രായമായാലും, ക്രിസ്തീയ ജീവിതം ഇനി എത്ര മുന്നോട്ട് പോയാലും, ഇനി ശുശ്രൂഷിക്കാൻ ഒരവസരവും ഇല്ലെന്ന് പറഞ്ഞാലും ദൈവത്തിന്റെ വചനം കണ്ടെത്തി ഭക്ഷിക്കുന്നത് നിർത്തിക്കളയരുത്. ഈ നാളുകളിൽ നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, ദൈവത്തിന്റെ വചനം കണ്ടെത്തി അതിനകത്ത് നിന്ന് ചിലത് മെഡിറ്റേറ്റ് ചെയ്ത് പ്രാപിച്ച് എന്റെ അടുത്ത തലമുറയ്ക്ക് എൻകറേജ് ചെയ്യത്തക്കവണ്ണം ചിലത് കൊടുത്ത് ഈ ഭൂമി വിടണം. അല്ലയോ ധനികരെ, നീ ശുഭമായിട്ടിരിക്കുമ്പോൾ നീ എന്തിനാണ് വീണ്ടും ഇരമ്യാ പ്രവചനം പഠിക്കുന്നത്? ആ ചുരുളുകൾ നീ എന്തിനാണ് വീണ്ടും നിവർത്തി വെച്ച് വായിക്കുന്നത്? ഹല്ലേലൂയ സ്തോത്രം. നിനക്ക് ഇതിനേക്കാൾ നല്ല ഭാഷ ഇപ്പൊ കൈവശമായിട്ടുണ്ടല്ലോ. കൽദയരുടേത് പലതും നീ അഭ്യസിച്ചിട്ടുണ്ടല്ലോ. ഇതിന്റെ നടുവിൽ ഞാൻ ദൈവമക്കളോടൊരു കാര്യം പറയാം, പ്രത്യേകിച്ച് യൗവനക്കാരോടൊരു വാക്ക് പറഞ്ഞേച്ചേ ഞാൻ പോകുന്നുള്ളൂ. ഹല്ലേലൂയ. ഒരു പക്ഷേ ഹല്ലേലൂയ, നിങ്ങളുടെ ചെറിയ പ്രായത്തിൽ നിങ്ങളുടെ അപ്പനോ നിങ്ങളുടെ അമ്മയോ നിങ്ങളെ നിർബന്ധിച്ച് വചനം പഠിപ്പിച്ചെന്ന് അന്ന് നിങ്ങൾ അങ്ങ് പഠിക്കും. കാരണം
പഠിച്ചില്ലെങ്കിൽ ഒക്കത്തില്ല. ഹല്ലേലൂയ. ഫുഡ് തരത്തില്ലെന്ന് പറയും, അല്ലെങ്കിൽ വഴക്ക് പറയും, അല്ലെങ്കിൽ അടി തരും. ഹല്ലേലൂയ. സ്തോത്രം. ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യും. ഞാനിപ്പോ എന്റെ കുഞ്ഞുങ്ങളോട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. രാവിലെ ഒരു പോർഷൻ പറഞ്ഞിട്ട് പോകും. ഞാൻ പറയും 10 മണിയാകുമ്പോൾ ഇത് റെക്കോർഡ് ചെയ്ത് എനിക്ക് വാട്സപ്പിൽ അങ്ങ് അയച്ചു തരണം. എനിക്ക് എപ്പോഴും നോക്കാനൊന്നും സമയം കിട്ടത്തില്ല, പക്ഷെ എന്നാലും ഞാൻ ചെക്ക് ചെയ്യും ഇവരിത് അയച്ചിട്ടുണ്ടോ എന്നുള്ളത്. നിർബന്ധിച്ച് പഠിപ്പിക്കുകയാണ്. അവർക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടല്ല, അവരെ അങ്ങ് പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. എന്നാൽ കുറെ കാലം കഴിഞ്ഞങ്ങോട്ട് മുമ്പോട്ട് പോയി കഴിയുമ്പോഴല്ലോ ഹല്ലേലൂയ നിങ്ങൾ ഹല്ലേലൂയ നല്ല കോളേജുകളിലെത്തും, നിങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടും, നിങ്ങൾ പലതും പഠിക്കും. ഭൂമിയിൽ ബുദ്ധിരാക്ഷസന്മാർ എഴുതി വെച്ചതും അവർ കണ്ടുപിടിച്ചു എന്ന് പറയുന്നതും പലതും നിങ്ങളുടെ തലേ കയറുമ്പോൾ ഹല്ലേലൂയ. സ്തോത്രം. ഈ പുസ്തകം ഔട്ട്ഡേറ്റഡ് ആണെന്ന് പറയരുത്. ഇതിനകത്ത് നിന്ന് പ്രാപിക്കുന്നത് പണ്ടെങ്ങോ ആരുടെയോ തലയിൽ തോന്നിയത് ദീർഘവർഷങ്ങൾക്ക് മുമ്പ് ആരൊക്കെയോ എഴുതി വെച്ചതാണ്. ഇതിപ്പൊ ഫോളോ ചെയ്യാൻ കൊള്ളത്തില്ലെന്ന് പറയരുത്. ഞാനിത് പറയുന്നത് എന്റെ കയ്യിൽ നിന്നിട്ട് പറയുകയല്ല. ഞാൻ പലരോടും സംസാരിക്കുന്ന വ്യക്തിയാണ്, പ്രത്യേകിച്ച് യൗവനക്കാരോട് പലരോടും ഇടപെടുന്ന ഒരാളാണ്. അവരുടെ അഭിപ്രായങ്ങളാണ് ഞാൻ പറയുന്നത് നിങ്ങളോട്. This is not an outdated book. It can't be. It is still influencing people. ഞാൻ ചോദിക്കട്ടെ, ബുദ്ധിരാക്ഷസന്മാരെന്ന് പറയുന്ന പലരും ഹല്ലേലൂയ സ്തോത്രം എഴുതി വെച്ച പലതും മെഡിസിന് പഠിക്കുന്നവർക്ക് മനസ്സിലാകുന്നത് എഞ്ചിനീയറിംഗിന് പഠിക്കുന്നവർക്ക് മനസ്സിലാകുന്നില്ലല്ലോ. എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന ഒരു ഫോമുല ഹല്ലേലൂയ ഹോം സയൻസ് പഠിക്കുന്ന ഒരു കൊച്ചിന് മനസ്സിലാകുന്നില്ലല്ലോ. ഇതെല്ലാം മനുഷ്യൻ കണ്ടുപിടിച്ചതല്ലേ? ഇതെല്ലാം ബുദ്ധിരാക്ഷസന്മാർ എഴുതി വെച്ചതല്ലേ? പലർക്കും ഹല്ലേലൂയ സ്തോത്രം ഒന്നും വേണ്ട. മെഡിസിൻ പഠിക്കുന്ന ന്യൂറോ സ്പെഷ്യാലിറ്റിയിലുള്ളവർക്ക് ഹല്ലേലൂയ ഒഫ്താൽമോളജിക്കാർ പറയുന്നത് വിടുകിട്ടുന്നില്ല. അല്ലെങ്കിൽ അത് ഞങ്ങളുടെ ടെറിറ്ററിയിലുള്ളതല്ല, അത് ഞങ്ങളുടെ സ്പെഷ്യലൈസേഷനിലുള്ളതല്ലെന്ന് പറഞ്ഞ് ആ പേഷ്യന്റിന്റെ ആ ഭാഗമേ അവർ നോക്കത്തില്ല. അവർക്ക് ഒഫ്താൽമോളജി പഠിക്കുന്ന സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഒരു ഡോക്ടർ കണ്ണിനകത്തോട്ട് നോക്കിയാൽ അവർ കാണുന്ന പലതും ന്യൂറോളജി പഠിക്കുന്നവർ നോക്കിയാൽ കാണത്തില്ല. അത് അത്രയും ലിമിറ്റഡാ. പക്ഷേ ഒരു ഡോക്ടറിനും ഒരു എഞ്ചിനീയറിനും അല്ലെങ്കിൽ ഒരു ലോയറിനും താഴേക്കിടയിലുള്ള ഏത് മനുഷ്യർക്കും ഒരുപോലെ മനസ്സിലാകുന്ന ഒരു പുസ്തകം ഈ ഭൂമിയുടെ മുഖത്തുണ്ടെങ്കിൽ അത് ഞാനും നിങ്ങളും ഉയർത്തി പ്രസംഗിക്കുന്ന ഈ ദൈവവചനമാണെന്ന് മറന്നു പോകരുത്. So don't give up on meditating this word. ദൈവവചനം ധ്യാനിക്കുന്നത് നിർത്തിക്കളയരുത്. ഹല്ലേലൂയ സ്തോത്രം. ദാനിയേൽ യിരെമ്യാ പ്രവചനത്തിൽ നിന്ന് 70 ആഴ്ചവട്ടത്തിന്റെ കാര്യം കണ്ടുപിടിച്ചത് കൊണ്ട് ഒരു ബെൽഷസ്സർ ഹല്ലേലൂയ സ്തോത്രം, ഒരു സെരുബ്ബാബേൽ എഴുന്നേറ്റു കേട്ടോ, ഒരു യോശുവ എഴുന്നേറ്റു കേട്ടോ, ഒരു എസ്രാ ശാസ്ത്രി എഴുന്നേറ്റു, ഒരു നെഹമ്യാവ് എഴുന്നേറ്റു. ഹല്ലേലൂയ. കയ്യിൽ തൂക്കുകെട്ട പിടിക്കുന്നത് കണ്ട് സ്വർഗം സന്തോഷിക്കത്തക്കവണ്ണം നിന്നെ ഞാൻ എടുത്ത് എന്റെ മോതിരമാക്കുമെന്ന് പറയത്തക്കവണ്ണം തികവുള്ള ചില സെരുബ്ബാബേലുമാർ എഴുന്നേറ്റുവെന്ന് പ്രവാസത്തിൽ നിന്ന്. ഹല്ലേലൂയ. ഹല്ലേലൂയ സ്തോത്രം. ഈ നാളുകളിൽ പ്രാപിച്ച് തലമുറയ്ക്ക് കൊടുത്തിട്ട് പോകാം. നമ്മുടെ കാലം കഴിയാറായി. ഇനിയിപ്പോ എന്താണെന്ന് ഓർക്കല്ലേ. ഞാൻ പറയുന്നത് അവസാനത്തെ ശ്വാസം എടുക്കുന്നത് വരെ ഹല്ലേലൂയ വചനം പറഞ്ഞേച്ചു പോണം, പ്രാപിച്ച് പറഞ്ഞേച്ചു പോണം. ഹല്ലേലൂയ സ്വപ്നം കണ്ട് ഞാൻ ഹല്ലേലൂയ തലമുറയ്ക്ക് കൊടുത്തേച്ചു പോണം. നിന്റെ ഭാവി ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് പോണം. യാക്കോബിനെ പോലെ അവന്റെ ജീവിതം തുടങ്ങിയത് എങ്ങനെയാണെങ്കിലും ഹല്ലേലൂയ സ്തോത്രം കട്ടിലിൽ അവൻ താൻ ബലപ്പെടുത്തി എഴുന്നേറ്റിരുന്ന അവന്റെ തലമുറകളോടുള്ള പ്രവചനം പറഞ്ഞേച്ചു. Don't give up. 10ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ don't give up on future. ഞാൻ അതിനെ കുറിച്ച് ഹല്ലേലൂയ സ്തോത്രം ഒത്തിരി വിവരിക്കുന്നില്ല. ഹല്ലേലൂയ സ്തോത്രം. ഭാവി എങ്ങനെ ഈ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ഭാവി അങ്ങനെയൊക്കെ ആകും എന്നൊക്കെ വിചാരിച്ച് ഹല്ലേലൂയ ഭാവിയിലുള്ള കാര്യമല്ലേ എന്ന് വിചാരിച്ച് വിട്ടുകളെ.
അപ്പോസ്തലന്മാർ ആദിമ നൂറ്റാണ്ട് തൊട്ട് പറഞ്ഞു കർത്താവ് വരും, കർത്താവ് വരും, കർത്താവ് വരും. നമ്മളും പറയുന്നു കർത്താവ് വരും. ഇനി നമ്മുടെ തലമുറയിൽ അവൻ വന്നില്ലെങ്കിലും അവൻ വരും. അത് അടുത്ത തലമുറയോട് പറഞ്ഞേച്ചു പോണം. ദാനിയേൽ പറഞ്ഞു പ്രവാസം തീരും. പത്താം അധ്യായത്തിന്റെ 1-ാം വാക്യം 8-ാം വാക്യത്തിലേക്ക് he was keen on understanding the vision. അവന് ഹല്ലേലൂയ സ്തോത്രം ആ വിഷൻ എന്താണെന്നുള്ളത് 10-ാം അധ്യായത്തിന് 8-ാം അങ്ങനെ ഞാൻ തനിച്ച് ശേഷിച്ചിരുന്ന ഈ മഹാദർശനം കണ്ടു. എന്നിൽ ഒട്ടും ബലം ശേഷിച്ചിരുന്നില്ല. എന്റെ മുഖശോഭ ക്ഷയിച്ചു പോയി. എനിക്ക് ഒട്ടും ബലമില്ലാതെയായി. ഈ പ്രായാധിക്യത്തിൽ ഈ മനുഷ്യൻ എന്തിനാ കുത്തിയിരുന്ന ഇതൊക്കെ പ്രാപിക്കുന്നത്? വിട്ടുകളയരുത് കേട്ടോ. 11-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ ഫ്യൂച്ചറിന്റെ ഒരു വലിയ ഡീറ്റെയിൽസ് നമുക്ക് കാണാനായിട്ട് കഴിയും. ഹല്ലേലൂയ സ്തോത്രം. ഞാനോ മേദിനായ ദാര്യാവേശിന്റെ 1-ാം ആണ്ടിൽ അവനെ ഉറപ്പിക്കുവാനും ബലപ്പെടുത്തുവാനും എഴുന്നേറ്റു നിന്നു. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. Don't give up on strengthening others. മറ്റുള്ളവരെ ബലപ്പെടുത്താൻ, ധൈര്യപ്പെടുത്താൻ, ഉറപ്പിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ വിട്ടുകളയരുത്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഒരുപക്ഷെ ചിലർ രാജാക്കന്മാരായിരിക്കാം, ഒരുപക്ഷെ ചിലർ പൊസിഷൻ ഉള്ളവരായിരിക്കാം, ഒരുപക്ഷെ മറ്റുള്ളവർ നമ്മളെക്കാൾ വിദ്യാഭ്യാസമുള്ളവരായിരിക്കാം, കഴിവും പ്രാപ്തിയും ഉള്ളവരായിരിക്കാം. പക്ഷേ ഒരു ദൈവ പൈതലിന് കൊടുക്കാൻ പറ്റുന്ന അത്ര ഉറപ്പ് ഈ ഭൂമിയിൽ ആർക്കും കൊടുക്കാൻ പറ്റും. കാരണം ഞാനും നിങ്ങളും നിൽക്കുന്നത് പോലെ ഉറപ്പുള്ള ഒരു സ്ഥലത്തല്ല ഈ ഭൂമിയിലെ ഒരു മനുഷ്യനും നിൽക്കുന്നത്. അവന് സിംഹാസനം കാണും, പക്ഷെ അവന്റെ കാലിന് ഉറപ്പില്ല. എനിക്കും നിങ്ങൾക്കും സിംഹാസനമില്ലേലും ഞാനും നിങ്ങളും ഉറച്ചു നിൽക്കുന്നത് ഒരു പാറയില. അതുകൊണ്ട് ഈ ഉറച്ച സ്ഥലത്ത് നിൽക്കുന്ന ഒരാൾക്ക് താഴോട്ട് തെന്നി പോകുന്ന ഒരുത്തനെ കൈക്ക് പിടിച്ച് ഉറപ്പിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ വഴിവഴിപ്പി നിൽക്കുവാണെ പറ്റുമോ? ഇല്ല. ഈ ലോകത്തിലുള്ളവൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൗൺസിലിംഗ് ആണ്. ഇപ്പൊ കൗൺസിലിങ്ങിന്റെ ഭയങ്കരമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. നല്ല സ്കോപ്പുള്ള ഒരു പ്രൊഫഷനും കൂടാ കേട്ടോ. കാരണം എല്ലാവർക്കും കൗൺസിലിംഗ് വേണം. കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ പ്രായമുള്ളവർ വരെ. ഭർത്താവിനും ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും എല്ലാവർക്കും കൗൺസിലിംഗ് വേണം. പക്ഷേ യേശു ക്രിസ്തുവിൽ ജീവിതം അർപ്പിച്ച, ഞാനൊരു എക്സാമ്പിൾ പറയുക, ജീവിതം അർപ്പിച്ച് വീണ്ടും ജനനം പ്രാപിച്ച് നിത്യതയെ കുറിച്ച് പ്രത്യാശയുള്ള ഒരുവൻ കൊടുക്കുന്ന കൗൺസിലിങ്ങിനെ ഉറപ്പുള്ളൂ. ബാക്കിയെല്ലാവരും അവരും ഈ വഴിവഴിപ്പിലാണ് നിൽക്കുന്നത്. അവർക്ക് കുറെ തിയറി പറയാനേ പറ്റത്തുള്ളൂ. പക്ഷെ എനിക്കും നിങ്ങൾക്കും എന്റെ ദൈവത്തിന് കഴിയുമെന്ന് പറഞ്ഞ് ചിലരെ ഉറപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് ചിലരെ ബലപ്പെടുത്താൻ കിട്ടുന്ന അവസരങ്ങൾ വിട്ടുകളയരുത്. 12-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ 12-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം, ഞാൻ കേട്ടുവെങ്കിലും ഗ്രഹിച്ചില്ല, ആകയാൽ ഞാൻ യജമാനനെ ഈ കാര്യങ്ങളുടെ അവസാനം എന്തായിരിക്കുമെന്ന് ചോദിച്ചു. ഹല്ലേലൂയ സ്തോത്രം. അങ്ങേ അറ്റം എത്തി കേട്ടോ. ജീവിതം അവസാനിക്കാൻ പോവുക, നല്ല പ്രായമായി. പക്ഷേ എന്നിട്ടും താൻ കേട്ടുവെങ്കിലും ഗ്രഹിച്ചില്ല. ഈ മനുഷ്യൻ അന്നേരവും ഗ്രഹിക്കാൻ ശ്രമിക്കുകയാണ്. ഇത്രയും കാലം എത്ര സ്വപ്നം കണ്ടു, എത്ര സ്വപ്നം വ്യാഖ്യാനിച്ചു, എത്ര ദർശനം കണ്ടു, എത്ര പ്രവചനങ്ങൾ എഴുതി വെച്ചു. നിങ്ങൾക്കറിയാമോ, ഇതിനകത്തെ 79 പ്രവചനങ്ങൾ ദാനിയേൽ പ്രവചനത്തിലേക്ക് നടന്നു കഴിഞ്ഞു. ഇനിയും നടക്കാനുള്ള സംഭവിച്ചിട്ടില്ലാത്ത 60ഓളം പ്രവചനങ്ങൾ വീണ്ടും ഇതിനകത്തുണ്ട്, ബാലൻസ് ഉണ്ട്. ഇത്രയും എല്ലാം എഴുതി വെച്ചിട്ടും അവസാന നിമിഷത്തിൽ തനിക്കൊരു കാര്യം പിടികിട്ടിയില്ല. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. ലാസ്റ്റ് മൊമെന്റ് വരെ ഡോണ്ട് ഗിവ് അപ്പ് ഓൺ അണ്ടർസ്റ്റാൻഡിങ്
God says, ദൈവം എന്തേലും പറഞ്ഞാൽ ഗ്രഹിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് ഇനിയിപ്പോ കുഴപ്പമില്ലെന്ന് പറഞ്ഞ് വിട്ടുകളയരുത്. ഗ്രഹിക്കാനായിട്ടുള്ള ഒരു മനസ്സ് വയ്ക്കണം. അത് ഗ്രഹിച്ചില്ലെന്ന് പറഞ്ഞപ്പോഴാണ് ദൈവം അവനോട് പറഞ്ഞത്, ദാനിയേലേ പൊയ്ക്കൊള്ളുക, ഈ വചനങ്ങൾ അന്ത്യകാലത്തേക്ക് അടച്ചും മുദ്രയിട്ടും ഇരിക്കുകയാണെന്നുള്ളത് ദാനിയേലിനോട് പറയുന്നത്. പക്ഷേ അതിനുള്ള ഒരു മനസ്സ്. ഇതിന്റെ വിശദീകരണത്തിലേക്ക് പോകുക. എത്ര എണ്ണം ഞാൻ വിശദീകരിക്കും എന്ന് എനിക്കറിയില്ല. പക്ഷേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൊണ്ടുപോകുന്നത് പോലെ എനിക്ക് തന്നിരിക്കുന്ന സമയപരിധിക്കുള്ളിൽ ഞാൻ വിശദീകരിക്കാം. 1-ാം അധ്യായം. വേദപുസ്തകം അടുത്തുണ്ട് എന്ന് ഞാൻ കരുതുന്നു. 1-ാം അധ്യായം തുറന്നു വെച്ചാൽ അനുഗ്രഹമായിരിക്കും. 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം എന്താണ് വായിക്കുന്നത്? എന്നാൽ രാജാവിന്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. തനിക്ക് അശുദ്ധി ഭവിക്കുവാൻ ഇടവരുത്തരുതെന്ന് ഷണ്ഡാധിപനോട് അപേക്ഷിച്ചു. ഇവിടെ നാം ഈ അധ്യായത്തിൽ നിന്ന് പഠിക്കുന്നത്, ഡോണ്ട് ഗിവ് അപ്പ് ഓൺ ഹോളിനെസ്. വിശുദ്ധ അല്ലെങ്കിൽ വിശുദ്ധി വിട്ടുകളയരുത്, വേർപാട് വിട്ടുകളയരുത്. ഇവിടെ ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിക്കുകയാണ്. എന്താണ് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിക്കുന്നത്? എനിക്ക് ഇവിടുള്ള ഈ ആഹാരമൊന്നും ഞാൻ കഴിക്കത്തില്ല. താൻ ഹൃദയത്തിൽ അത് നിശ്ചയിച്ചു. പക്ഷേ താൻ കൺഫസ് ചെയ്തു. ഷണ്ഡാധിപനോട് ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് ഈ വീഞ്ഞ് വേണ്ട, എനിക്ക് ഈ രാജഭോജനം വേണ്ട, എനിക്ക് ശാകപദാർത്ഥം തന്നാൽ മതി. നാം പലപ്പോഴും വിശുദ്ധ ജീവിതത്തിന് തീരുമാനമെടുക്കും, പക്ഷേ അത് പുറത്തു പറയില്ല. ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ ഓർക്കും, ഈ യങ്സ്റ്റേഴ്സിനെ മാത്രമാണല്ലോ ഞാൻ ഈ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെന്ന്. കാരണം ആ ഒരു ഏജ് ആണ് വിശുദ്ധിക്കായി നിൽക്കുവാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഏജ്. ഹോസ്റ്റലിലേക്ക് പോകുന്നു. നിങ്ങൾ ഒരു ദൈവസഭയിൽ അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കളും ഒക്കെയുള്ള വേർപാട് അനുഷ്ഠിക്കുന്ന ഒരു സ്ഥലത്ത് ജനിച്ചു വളർത്തപ്പെട്ടു. അവിടെ വെച്ച് നിങ്ങൾ ഒരു തീരുമാനം എടുത്തു, ഞാന് ഇനി ഫിലിം കാണത്തില്ല, ഞാൻ സിനിമ കാണത്തില്ല. ഹോസ്റ്റലിൽ ചെന്നെന്ന് വിചാരിക്കുക. അവിടെ ചെന്ന് കഴിയുമ്പോ ഒരു വീക്കെൻഡിൽ കൂട്ടുകാരാരേലും വന്ന് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു സിനിമ കാണാൻ പോവാം എന്ന് പറഞ്ഞാൽ, ഞാൻ വരുന്നില്ല, ഇന്ന് ഞാൻ വരുന്നില്ല, ഒഴിവായി എന്ന് വിചാരിക്കുക. പക്ഷെ 2 ആഴ്ച കഴിയുമ്പോൾ അവര് പോകുമ്പോ അവര് വീണ്ടും വിളിക്കും, ഇന്നും ഞാൻ വരുന്നില്ല. അതിനേക്കാൾ നല്ലൊരു മെത്തേഡ് ഞാൻ പറയാം. ആദ്യം വിളിക്കുമ്പോ തന്നെ അവരോട് പറയണം, ഞാൻ സിനിമ കാണില്ല എന്ന് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, എനിക്ക് അതുകൊണ്ട് വരാൻ കഴിയില്ല. ഒരു പക്ഷേ അവർ നിങ്ങളെ ആന്റി സോഷ്യൽ എന്ന് പറഞ്ഞേക്കാം. ഞാനിത് നിങ്ങളോട് പറയുന്നത്, ഇത് പലരും എന്നെ വിളിച്ചിട്ടുണ്ട്. ചില തീരുമാനങ്ങൾ നമ്മളെ ഒറ്റപ്പെടുത്തി എന്ന് വരാം. പക്ഷേ അതാദ്യത്തെ ഒരു പ്രയാസമേ ഉണ്ടാക്കത്തുള്ളൂ. പിന്നെ 4 or 5 വർഷം നിങ്ങൾ അവിടെ പഠിച്ചാലും ആരും നിങ്ങളെ ഇത് കാണാൻ വിളിക്കത്തില്ല. അതൊന്ന്. 2, ഇനി നിങ്ങൾക്ക് തന്നെ ഒരു ടെംപ്റ്റേഷൻ ഉണ്ടായി, നിങ്ങൾ ഇത് കണ്ടു എന്ന് വെച്ചു, മറ്റുള്ളവര് നിങ്ങളെ ചോദ്യം ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചെങ്കിലും നിങ്ങൾ അത് കാണാതിരിക്കാനായിട്ടൊരു ശ്രമം നടത്തും. അതായത് നാം ഹൃദയത്തിൽ
വേർപാടിനായി തീരുമാനിക്കുന്ന കാര്യങ്ങൾ കൺഫസ് ചെയ്യാമെങ്കിലുണ്ടല്ലോ, അത് പറയാമെന്നെങ്കിലുണ്ടല്ലോ, ഹല്ലേലൂയ സ്തോത്രം, ശത്രുവിനെ ജയിക്കാൻ കുറച്ചുകൂടെ എളുപ്പമാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. വിശുദ്ധ ജീവിതത്തിനായി നാം നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. ഇത് പറയുമ്പോൾ എന്തിനാ അങ്ങനെ ഒരു വിശുദ്ധ ജീവിതം, അങ്ങനെ വിശുദ്ധ ജീവിതം നയിക്കണമെന്ന് എന്താ ഇത്ര നിർബന്ധം? എന്തുകൊണ്ടാണ് ഞാനും നിങ്ങളും വിശുദ്ധ ജീവിതം നയിക്കണമെന്ന് പറയുന്നത്? എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് പോകാം. എഫേസ്യ ലേഖനത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് അവിടെ പഠിക്കാൻ കഴിയുന്ന ഒരു കാര്യം, 1-ാം അധ്യായത്തിന്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ് വായിക്കാൻ കഴിയുന്നത്. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിനു മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവന് നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ. ഹല്ലേലൂയ സ്തോത്രം. ദൈവമക്കളെ, ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം എന്നെയും നിങ്ങളെയും തിരഞ്ഞെടുത്തു എന്ന് നാം പലപ്പോഴും പറയുന്നുണ്ട്. ലോകം അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ, പിണ്ടാകാരമായിരിക്കുമ്പോൾ, ഒന്നുമില്ലാതിരിക്കുമ്പോൾ തന്നെ, ഹല്ലേലൂയ സ്തോത്രം, ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം എന്നെ തിരഞ്ഞെടുത്തതാണ്, എന്നെ ക്രിസ്തുവിൽ അവൻ ദത്തെടുത്തതാണ് എന്നൊക്കെ പറയുമ്പോൾ എന്തിനു വേണ്ടി കൂടാണെന്ന് അറിയാമോ? അതിന്റെ ആദ്യത്തെ വാക്യത്തിൽ തന്നെ പറയുന്നു, തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിനാണ് അവൻ ലോകസ്ഥാപനത്തിനു മുമ്പ് എന്നെയും നിങ്ങളെയും തിരഞ്ഞെടുത്തത്. അങ്ങനെ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് തിരഞ്ഞെടുത്ത ഒരു തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായതുകൊണ്ട് on holiness. കാരണം നമ്മൾ വിളിച്ചത്, നമ്മളെ ദത്തെടുത്തത് അതിനു വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ഒരു കാരണവശാലും നമുക്ക് ഇതിനോട് കോംപ്രമൈസ് ചെയ്യാൻ പറ്റത്തില്ല. ദാനിയേൽ സ്വയമായി തീരുമാനിച്ച ഒരു കാര്യമാണ്. അവൻ അവന്റെ ഹൃദയത്തിലാണ് നിശ്ചയിച്ചത്. അപ്പോ ഈ വിശുദ്ധ ജീവിതത്തിനായുള്ള നമ്മുടെ തീരുമാനമെന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ വിൽഫുൾ ആക്ട്. ഇത് നാം നമ്മുടെ ഇഷ്ടത്തിൽ നിന്ന് ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. ഇതാരും നമ്മളെ ഫോഴ്സ് ചെയ്ത് ചെയ്യേണ്ട ഒരു കാര്യമല്ല. ഇത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. എവിടം വരെ, എന്തൊക്കെ കാര്യങ്ങളിൽ ഞാൻ വർജനം ആചരിക്കും, എന്തൊക്കെ കാര്യങ്ങളിൽ ഞാൻ വിശുദ്ധിയിൽ എന്നെ സൂക്ഷിക്കും, ഏതാണ് ഞാനാണ് നിശ്ചയിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് ചെയ്യണമെന്നുള്ളത് അത് ഞാൻ നിശ്ചയിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവവചനത്തിൽ അതിന് ഹല്ലേലൂയ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് നിന്ന് ഒറ്റയടിക്ക് ഒരുപക്ഷെ എല്ലാം കൂടെ നമുക്ക് തീരുമാനിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഇന്ന് ഈ ദൂത് കേട്ട് കഴിയുമ്പോഴെങ്കിലും ഒരു കാര്യത്തിലെങ്കിലും ഞാൻ ഇനി അത് ചെയ്യില്ല, ഞാനത് കാണില്ല, ഞാനത് കേൾക്കില്ല, ഞാനത് പറയില്ല എന്ന് ഒരു മേഖലയിലെങ്കിലും ഹൃദയത്തിൽ ഒരു തീരുമാനമെടുക്കുവാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇതിനകത്ത് നമ്മൾക്കൊരു വളർച്ച വേണം കേട്ടോ. കാരണം അനുനിമിഷം നാം വിശുദ്ധിയിൽ വളരേണ്ടവരാണ്. നാം വിശുദ്ധിയിൽ പൂർത്തീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ തമ്പുരാൻ നമ്മളെ മടക്കി വിളിക്കും. പലപ്പോഴും എന്റെ പ്രിയപ്പെട്ടവൻ ഞാൻ ഇങ്ങനെ ഒരു കാര്യം കേട്ടിട്ടുണ്ട്. നാം പലപ്പോഴും പ്രാർത്ഥിക്കും, കർത്താവേ ഒരു ദിവസം കൂടെ എനിക്ക് ദാനമായിട്ട് തന്നു, ഞാൻ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നത് നല്ലതാണ്, ഭൂമിയിൽ ആയുസ് കൂട്ടി കിട്ടുന്നത് നല്ലതാണ്, അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ അതിന്റെ ഒരു മറുവശമുണ്ട്. എന്താണെന്നറിയാമോ? ഇന്ന് രാവിലെ വരെ ദൈവത്തിന്റെ വിശുദ്ധിയുടെ സ്റ്റാൻഡേർഡിന്
അനുസരിച്ച് ഹല്ലേലൂയ നാം എത്തിയിട്ടില്ല. ആ സ്റ്റാൻഡേർഡിൽ ഞാനും നിങ്ങളും എത്തിയിരുന്നു എങ്കിൽ ഈ പ്രഭാതം നമുക്ക് ഈ ഭൂമിയിൽ തരേണ്ടുന്ന ആവശ്യമില്ല. ഇന്നത്തെ ദിവസം നമുക്ക് തരേണ്ടുന്ന ആവശ്യമില്ല. ആ വിശുദ്ധിയിൽ എത്തിയിരുന്ന തമ്പുരാൻ നമ്മളെ കൊണ്ടുപോയി. ഇനി നമ്മളെ ജീവനോടെ വെക്കുന്നതിന്റെ പിന്നിൽ തമ്പുരാന് വേറെ ഉദ്ദേശമുണ്ട്. ഹല്ലേലൂയ. ചെയ്യേണ്ടതൊക്കെ നമ്മൾ ചെയ്തു തീർത്തില്ല. അങ്ങ് ചെല്ലുമ്പോ എന്തേലും ഒരു പ്രതിഫലം തരണ്ടായോ? ഒരു ദിവസം കൂടെ കൊടുത്തു നോക്കാം, ഇന്നെങ്കിലും ഒന്ന് ഫലം കായ്ക്കുമോ. അതും കൂടെ വെച്ചാ നമുക്ക് ആയുസ് നീട്ടി തരുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് വിശുദ്ധിക്കായുള്ള ഒരു ദാഹം നമ്മളിൽ ഉണ്ടാകട്ടെ എന്ന് ഹല്ലേലൂയ സ്തോത്രം ഞാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. കൊലോസ്യ ലേഖനത്തിലേക്ക് പോകുമ്പോഴും നമുക്ക് ഇതേ ഭാഗം തന്നെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. കൊലോസ്യ ലേഖനത്തിലും 1-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ 1-ാം അധ്യായത്തിന്റെ 21 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ മുമ്പേ ദുഷ്പ്രവർത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവന്റെ മുമ്പിൽ വിശുദ്ധന്മാരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തന്റെ ജഡശരീരത്തിൽ തന്റെ മരണത്താൽ നിരപ്പിച്ചു. അപ്പോൾ ഹല്ലേലൂയ സ്തോത്രം, ക്രിസ്തുവേശുവിൽ അവൻ നമ്മെ തിരഞ്ഞെടുത്തത്, ക്രിസ്തുവേശുവിൽ ഹല്ലേലൂയ സ്തോത്രം നിമിത്തം നമ്മെ ദൈവത്തോട് നിരപ്പിച്ചത് നാം വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിൽക്കേണ്ടതിനാണ്. അതുകൊണ്ട് നമുക്ക് ഈ വിശുദ്ധിയിൽ ഒരു കോംപ്രമൈസ് പറ്റത്തില്ല. നമുക്കതിന് അനുവാദമില്ല. നാം വിശുദ്ധരായി നിഷ്കളങ്കരായി ദൈവസന്നിധിയിൽ നിന്നേ മതിയാകൂ. ഇതൊരു വിൽഫുൾ ആക്ട് ആണെന്ന് ഞാൻ പറഞ്ഞു. ഹല്ലേലൂയ. ഞാൻ ചില നാളുകൾക്ക് മുമ്പ് എഫെസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ ഒരു മെസ്സേജ് ആയിട്ട് തന്നെ പറഞ്ഞതാണ്. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ പഴയ മനുഷ്യനെ നാം ഉരിഞ്ഞു കളയണം, പുതിയ മനുഷ്യനെ നാം ധരിക്കണം. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ഉരിഞ്ഞു കളയുക, ധരിക്കുക എന്നുള്ളത് നാം ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാണ്, പഴയത് കഴിഞ്ഞുപോയി എന്ന് പറയുന്ന ആ ഒരു അനുഭവം. പഴയത് കഴിഞ്ഞുപോയി. എന്ത് പഴയത് കഴിഞ്ഞുപോയി? നമ്മുടെ മേലുണ്ടായിരുന്ന ശാപം കഴിഞ്ഞുപോയി, നമ്മുടെ മേലുണ്ടായിരുന്ന ഡെത്ത് ഡിഗ്രി മാറിപ്പോയി, നമ്മുടെ മേൽ ഹല്ലേലൂയ സ്തോത്രം ശത്രു അതുവരെ ചുമത്തിക്കൊണ്ടിരുന്ന സകല മുഖങ്ങളും കഴിഞ്ഞുപോയി. പക്ഷേ നമ്മളിലുള്ള അശുദ്ധിയുടെ ആ നേച്ചർ ഓഫ് സിൻ, ആ പാപം ചെയ്യാനുള്ള ആ ടെൻഡൻസി നമ്മളിൽ ഇപ്പോഴും ഉണ്ട്. അതിനെ മനഃപൂർവ്വം ഉരിഞ്ഞു കളഞ്ഞിട്ട് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന ജഡശരീരത്തെ, ആ പഴയ മനുഷ്യനെ ഒഴിഞ്ഞു കളഞ്ഞിട്ട് ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നാം ധരിക്കണം. ആ വിശുദ്ധി നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ടുന്ന ഒരു കാര്യമാണെന്ന് മറന്നു പോകരുത്. പലപ്പോഴും നമുക്കൊത്തിരി എക്സ്ക്യൂസസ് ഉണ്ട്. ഇവിടെ ദാനിയേലിനെയും കൂട്ടരെയും ശ്രദ്ധിച്ചു നോക്കിയാൽ അവർക്കും എക്സ്ക്യൂസസ് പറയാമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ദാനിയേൽ പ്രവചനത്തിലേക്ക് മടങ്ങിപ്പോകാം. ദാനിയേൽ പ്രവചനത്തിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ 1-ാം അധ്യായത്തിന്റെ ഹല്ലേലൂയ സ്തോത്രം 2-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് വായിക്കാൻ കഴിയുന്നത്, കർത്താവ് യഹൂദ രാജാവ് യെഹോയാക്കീമിനെയും ദൈവത്തിന്റെ ആലയത്തിലെ പാത്രങ്ങളിൽ ചിലതിനെയും അവൻ കയ്യിലേൽപ്പിച്ചു. ദൈവമേൽപ്പിച്ചതാണ്. ഇവരെ ദൈവമാണ് അടിമത്തത്തിലേക്ക് അയച്ചത്. ഇവരെ ദൈവമാണ് ഈ കൊട്ടാരത്തിൽ എത്തിച്ചത്. ഞാൻ ഈ സാഹചര്യത്തിൽ ദൈവത്താൽ ആക്കപ്പെട്ടതാണ്. എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സാഹചര്യം ദൈവം അനുവദിച്ചതാണ്. അതുകൊണ്ട് എനിക്ക് എന്താ ചെയ്യാൻ കഴിയുക? ഇനി ഇവര് തരുന്നതൊക്കെ ഭക്ഷിച്ചല്ലേ പറ്റൂ, ഇവര് പറയുന്നതൊക്കെ കേട്ടല്ലേ പറ്റൂ, ഇവിടെ ഇങ്ങനെ ജീവിച്ചല്ലേ പറ്റൂ എന്ന് പറഞ്ഞ് വിശുദ്ധിയെ കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. ഇവരങ്ങനെ ഒരു എക്സ്ക്യൂസ് പറഞ്ഞില്ല. ദൈവം ഞങ്ങളെ കൊണ്ടുവന്നതാ, ദൈവം ഞങ്ങളെ അടിമകളാക്കിയത്, ദൈവം ഏൽപ്പിച്ചു കൊടുത്തതാണ്, ദൈവത്തിന്റെ ആലയത്തിലെ പാത്രങ്ങളെല്ലാം കൊണ്ടുവരുവാൻ നെബൂഖദ്നേസറിന്റെ കയ്യിൽ ദൈവം കൊടുത്തതാണ് എന്ന് പറഞ്ഞ് അവർ വിശുദ്ധിക്ക് വേണ്ടി കോംപ്രമൈസ് ചെയ്തില്ല. എന്നെ ഈ വീട്ടിൽ ദൈവം കൊണ്ടുവന്നാക്കി, എന്നെ ഈ ഓഫീസിൽ ദൈവം കൊണ്ടുവന്നാക്കി, എനിക്ക് ഇങ്ങനൊരു ജോലി ഹല്ലേലൂയ ദൈവമാണ് തന്നത്, അതുകൊണ്ട് എനിക്ക് വിശുദ്ധ ജീവിതം നയിക്കാൻ പറ്റത്തില്ല എന്നൊരു എക്സ്ക്യൂസ്
നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളത് ഈ പുസ്തകം തെളിയിക്കുന്നു. 1-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം എന്താണ് വായിക്കുന്നത്? രാജാവ് അവർക്ക് രാജഭോജനത്തിൽ നിന്നും താൻ കുടിക്കുന്ന വീഞ്ഞിൽ നിന്നും നിത്യവൃത്തി നിയമിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. പലരും എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യം, ആന്റി, ഹല്ലേലൂയ, സ്തോത്രം, ദീസ് ആർ ഗോഡ് ഗിവൻ ബ്ലെസ്സിങ്സ്. ദൈവം എനിക്ക് തന്ന അനുഗ്രഹമാണിത്. ദൈവം എനിക്ക് തന്ന ജോലിയാണ്. ദൈവം എനിക്ക് തന്ന പണമാണ്. ദൈവം എനിക്ക് തന്ന വിദ്യാഭ്യാസമാണ്. ദൈവമാണ്. ഇവരുടെ പ്രായത്തിലുള്ള പലർക്കും, ആ പ്രായത്തിലുള്ള പലരും അടിമകളായിട്ട് ആ ദേശത്ത് വന്നു. അവർക്കാർക്കും ഇല്ലാത്ത ഭോജനം, അവർക്കാർക്കും ഇല്ലാത്ത വീഞ്ഞ് ഇവർക്ക് കിട്ടി. ഇസ്രായേൽ സന്തതികളിൽ പലരും ഹല്ലേലൂയ അടിമകളായി വന്നവർ പലരും ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരുപക്ഷെ പലരുടെയും അടിമകളായി നിൽക്കുകയായിരിക്കാം. പല വീട്ടിൽ നിന്നും ഭക്ഷണം കഴിക്കുകയായിരിക്കാം. പലരും കഠിനാധ്വാനം ചെയ്തിട്ടായിരിക്കാം ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷേ ദൈവം ഞങ്ങളെ തിരഞ്ഞെടുത്ത് ഇവിടെ കൊണ്ടുവന്നാക്കി ഞങ്ങൾക്ക് ഈ അനുഗ്രഹം തന്നിരിക്കുന്നു. ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഇത് വാങ്ങിച്ചെടുക്കരുതോ? ഞങ്ങൾക്ക് ദൈവം തന്ന ഈ അനുഗ്രഹത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഇത് വാങ്ങിച്ച് കഴിക്കരുതോ? ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന, ഞങ്ങളുടെ ജോലിയുടെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. ഈ ക്ലൈമറ്റിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ശരീരം സൂക്ഷിക്കാൻ എനിക്കിത് കുടിക്കുന്നതിന് എന്താ കുഴപ്പം? God has given me. ദൈവം എനിക്ക് തന്ന ബ്ലെസ്സിംഗ്. ഞാൻ പ്രാർത്ഥിച്ചിട്ട് കിട്ടിയ ജോലിയാ. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം എനിക്ക് തുറന്ന വഴിയാ. ആയിക്കോ, ഹല്ലേലൂയ. തമ്പുരാൻ തരുന്ന അനുഗ്രഹങ്ങൾ, തമ്പുരാൻ തരുന്ന സമ്പത്ത്, തമ്പുരാൻ തരുന്ന സാഹചര്യങ്ങൾ എല്ലാം പ്രയോജനപ്പെടുത്തിക്കോ. ഈ ഭൂമിയിൽ ഒരു ഭക്തന് വേണ്ടി ദൈവം ഒരുക്കുന്ന എല്ലാ ഭൗതിക നന്മകളും നിങ്ങൾ അനുഭവിച്ചോ. പക്ഷേ ദൈവവചനത്തിന്റെ വളപ്പ് വിട്ട ഒരു അനുഭവം വേണ്ട. ഉടുക്കാൻ എത്ര തന്നാലും തമ്പുരാന്റെ വഴിവിട്ടുള്ള ഒരു ഉടുപ്പ് വേണ്ട. എത്ര ശ്രേഷ്ഠകരമായത് ധരിക്കാൻ അവസരം കിട്ടിയാലും വിശുദ്ധിക്ക് ചേരാത്ത ഒരു വസ്ത്രം വേണ്ട. ആരും കാണാതെ വണ്ണം, ഒരു മനുഷ്യനും സൂപ്പർവൈസ് ചെയ്യാനില്ലാതെ വണ്ണം കണ്ണിന്റെ മുമ്പിൽ ഇഷ്ടമുള്ളതൊക്കെ കൊണ്ട് വിളമ്പിയാലും ദൈവവചനത്തിന് ചേരാത്തതൊന്നും അകത്തോട്ട് പോകത്തില്ലെന്ന് തീരുമാനിക്കണം. നാടോടുമ്പോൾ നടുവയോടാൻ ഒരു ക്രിസ്ത്യാനിക്ക് പ്രമാണമില്ല. എന്ത് ഉടുക്കാനും, എന്ത് കോക്കാമിച്ചം കാണിക്കാനും, ഏത് വേഷം കെട്ടാനും ഹല്ലേലൂയ, സ്തോത്രം, എനിക്കും നിങ്ങൾക്കും പ്രമാണമില്ല. രാജാവ് തന്നതാണെന്ന് വെച്ച് ഹല്ലേലൂയ, സ്തോത്രം, സ്വർഗം ഒരുക്കിയതാണെന്ന് പറഞ്ഞ എന്തിന്റെയൊക്കെ മുമ്പിലും വീണുകൊടുക്കല്ലേ. ഡു നോട്ട് കോംപ്രമൈസ് ഓൺ ഹോളിനെസ്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, അവൻ മേഘങ്ങളിൽ മടങ്ങി വരുന്നത് വിശുദ്ധരെ ചേർക്കാനാ. അവൻ മേഘത്തിൽ മടങ്ങി വരുന്നത് എങ്ങനെയും ജീവിക്കുന്നവരെ ചേർക്കാനല്ല, വിശുദ്ധിയിൽ ജീവിക്കുന്ന, തങ്ങളുടെ വസ്ത്രം അലക്കി സൂക്ഷിക്കുന്ന, തലയിൽ എണ്ണ കുറയാത്ത, വസ്ത്രം എപ്പോഴും വെള്ളയാക്കി വെക്കുന്ന തന്റെ കാന്തയെ ചേർക്കാനാ അവൻ മടങ്ങി വരുന്നത്. അതൊരു കാരണവശാലും മറന്നു പോകല്ലേ എന്ന് ഞാൻ ആത്മാർത്ഥമായി ഓർമ്മിപ്പിക്കുകയാ. ഹല്ലേലൂയ, സ്തോത്രം. 1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിലേക്ക് പോയേ. 1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം മറ്റൊരു എക്സ്ക്യൂസാ കേട്ടോ. ഹല്ലേലൂയ. ഷണ്ഡാധിപൻ പറയുകയാണ്, നിങ്ങളുടെ ഭക്ഷണവും പാനീയവും നിയമിച്ചിട്ടുള്ള എന്റെ യജമാനായ രാജാവിനെ ഞാൻ ഭയപ്പെടുന്നു. അവൻ നിങ്ങളുടെ മുഖം നിങ്ങളുടെ സമപ്രായക്കാരായ ബാലന്മാരുടേതിനോട് ഒത്തുനോക്കിയാൽ മെലിഞ്ഞു കാണുന്നത് എന്തിന്? അങ്ങനെയായാൽ നിങ്ങൾ രാജസന്നിധിയിൽ എന്റെ തലയ്ക്ക് അപകടം വരുത്തും. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ പറയട്ടെ, നമ്മളിൽ പലരും വിശുദ്ധ ജീവിതത്തിന് വേണ്ടി കോംപ്രമൈസ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് അറിയാവോ? നമ്മൾ പറയും, ഐ ആം പുട്ടിങ് someone else at risk. ഞാനിങ്ങനെ ഒരു തീരുമാനമെടുത്താൽ, ഞാനിങ്ങനെ ഒരു കാര്യം ചെയ്താൽ, ഞങ്ങൾ ഒരു ടീമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പോകുന്നത്. ഇതിന്റെ നടുവിൽ ഞാനിങ്ങനെ ഒറ്റപ്പെട്ട് നിന്നാൽ ഞാൻ മറ്റു ചിലരെ ഒരു റിസ്കിലേക്ക്
അതുകൊണ്ട് എനിക്കിത് ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അതിനോട് കോംപ്രമൈസ്ഡ് ആവരുത്. വേർപാടെ നിൽക്കണം, വിശുദ്ധിയോടെ നിൽക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ദാനിയേലാണ് ഹൃദയത്തിൽ നിശ്ചയിക്കുന്നത്. ദാനിയേലാണ് ചെന്ന ശണ്ഡാധിപനോട് പറയുന്നത് 8-ാം വാക്യത്തിൽ. ഹല്ലേലൂയ, ദാനിയേലിന് വേണമെങ്കിൽ പറയായിരുന്നു, ലോർഡ് ഐ ആം അലോൺ, ഞാൻ ഒറ്റയ്ക്കാ, വേറെ ആരും എനിക്ക് കൂട്ടില്ല, എന്റെ ചേട്ടൻ എന്റെ കൂടെ ഇല്ല, എന്റെ അനിയൻ എന്റെ കൂടെ ഇല്ല. ഹല്ലേലൂയ, സ്തോത്രം. എന്റെ കൂടെ വേറെ ആരുമില്ല. ദാനിയേൽ ഒരു കാര്യം തീരുമാനിച്ചു, ആരെങ്കിലും കൂട്ടത്തിൽ നിൽക്കുവോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് വിഷയമല്ല, ഞാൻ തീരുമാനിക്കും. ഇനി ആരും കൂട്ടിനില്ലെങ്കിലും ഒറ്റയ്ക്കാണെങ്കിലും നിൽക്കാൻ തീരുമാനിക്കും. ദൈവം എന്നെയും നിങ്ങളെയും സഹായിക്കും. ദാനിയേൽ ഇത് ഹൃദയത്തിൽ നിശ്ചയിച്ചപ്പോൾ ഇത് വേണോ വേണ്ടായോ, എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാ പോകണ്ടോന്നൊക്കെ ആടി ആടി നിന്ന് ശദ്രക്കും മേശക്കും അബേദ്നെഗോവും അങ്ങ് ഉറച്ചു. അവരും കൂടെ നിന്നു. ദൈവമക്കളെ, നമ്മളിൽ ഒരാൾ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കാൻ തയ്യാറാണെങ്കിൽ വഴി നിൽക്കുന്ന ചിലരും കൂടെ ഉറയ്ക്കാൻ തയ്യാറാകും. അതുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ വിശുദ്ധിക്കായിട്ട് നിൽക്കാം, വേർപാടോടെ നിൽക്കാം. ദൈവം ചിലരെ കൂട്ടിന് തരും. നാം വിശുദ്ധിയോടെ നിൽക്കാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ കൂട്ടാളിയെ നമുക്ക് കൂട്ടിന് തരും, നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് കൂട്ടിന് തരും, നമ്മുടെ സഹോദരങ്ങളെ നമുക്ക് കൂട്ടിന് തരും, നമ്മുടെ അയൽപ്പക്കത്തുള്ളവരെ നമുക്ക് കൂട്ടിന് തരും. കാരണം അവരൊരുപക്ഷെ ആടി നിൽക്കുന്നവരായിരിക്കാം. ദൈവം അവരെ നമ്മുടെ കൂടെ കൂട്ടിച്ചേർക്കും. മറ്റൊന്ന്, 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം ശ്രദ്ധിക്കുമ്പോൾ, ഇറ്റ്സ് എ ലോങ് പീരീഡ് കേട്ടോ. 3 വർഷമാണ് ഇവർക്കുള്ള ട്രെയിനിങ് പീരീഡ്. 3 വർഷം. ദാനിയേലേ, ഈ 3 വർഷം ശാഖപദാർത്ഥം കഴിക്കാനാണോ നിന്റെ തീരുമാനം? യെസ്. ഇത് 1 ദിവസത്തെയും 2 ദിവസത്തെയും പരിപാടിയല്ല, ഒരാഴ്ചത്തെ ഒരു ട്രെയിനിങ്ങിന് പോയതല്ല, 1 മാസത്തെ ഒരു ക്യാമ്പിന് പോയതുമല്ല. നീണ്ട 3 വർഷം. ഈ തീരുമാനം ദാനിയേലിന്റെ അധരത്തിൽ നിന്ന് പുറത്തു വന്നാൽ പിന്നെ ശണ്ഡാധിപന്റെ കയ്യിൽ നിന്ന് ഈ 3 വർഷം ഇതേ കിട്ടത്തുള്ളൂ. ഇനി മറ്റേത് ആഗ്രഹിച്ചാൽ പോലും അവനത് പറഞ്ഞു പോയത് കൊണ്ട് അവനിക്ക് ലഭിക്കാൻ സാധ്യതയില്ല, അവനത് ടേസ്റ്റ് ചെയ്യാൻ പോലും സാധ്യതയില്ല. ഇതൊരു ലോങ് പീരീഡ് ആണ്. ഇത്രയും നീണ്ട വർഷങ്ങൾ എങ്ങനെയാണ് എന്ന് ചിന്തിച്ച് കുറച്ച് സമയത്തേക്കായിരുന്നെങ്കിൽ ഓക്കെ, ഒരായുസ് മുഴുവനും വേണ്ടുന്ന ഒരു തീരുമാനം എടുക്കേണ്ടി വരുമ്പോൾ വിശുദ്ധിയെ കോംപ്രമൈസ് ചെയ്യരുത്. ദൈവമക്കളെ, ഞാനും നിങ്ങളും, എന്റെയും നിങ്ങളുടെയും ആയുസിന്റെ ദൈർഘ്യം എനിക്ക് നിങ്ങൾക്കും അറിയില്ല. അതൊരു പക്ഷെ ഇന്ന് രാത്രി തീരുന്നതായിരിക്കാം, ആർക്കറിയാം. ഞാനും നിങ്ങളും വിചാരിച്ചിരിക്കുന്നത് ഇനി ഒരു 19 വർഷം കൂടെ ബാക്കിയുണ്ടെന്നല്ലേ? ചെറുപ്പക്കാർ വിചാരിച്ചിരിക്കുന്നത് കുറഞ്ഞത് ഒരു 60 വർഷം കൂടെ പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലെങ്കിലും ഞങ്ങൾക്ക് ബാക്കിയുണ്ടെന്നല്ലേ നിങ്ങൾ ചിന്തിച്ചിരിക്കുന്നത്? ഹല്ലേലൂയ, ആയിക്കോട്ടെ, തമ്പുരാൻ 100 വയസ്സ് വരെ ആയുസ് തന്നാലും അതുവരെ പിടിച്ചു നിൽക്കുന്ന ഒരു തീരുമാനമാണോ എന്ന് വെച്ച് നോക്കിയാൽ നിത്യതയുമായി തട്ടിച്ച് നോക്കുമ്പോൾ ദിസ് ഇസ് എ ഷോർട്ട് പീരീഡ്. ഇതൊരു ചെറിയ കാലഘട്ടമോ, മറന്നു പോകരുത്. കാരണം നിത്യത എന്ന് പറയുന്നത് 100 വർഷമല്ല, നിത്യത എന്ന് പറയുന്നത് 1000 വർഷമല്ല, നിത്യത എന്ന് പറയുന്നത് 10,000 വർഷമല്ല, നിത്യത എന്ന് പറയുന്നത് ഹല്ലേലൂയ സ്തോത്രം അന്തമില്ലാത്ത വർഷങ്ങളാണ്, കോടിക്കണക്കിന് വർഷങ്ങളാണ്. അതുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഈ വിശുദ്ധ ജീവിതത്തിന് വേണ്ടി അൺകോംപ്രമൈസ്ഡ് ആയിട്ട് നിൽക്കുന്ന എന്റെയും നിങ്ങളുടെയും ആയുസ് ഒരു ചെറിയ ആയുസോ. So let's do it.
Let's do it joyfully. നമുക്കത് സന്തോഷത്തോടെ ചെയ്യാം പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ 21 വാക്യത്തിൽ വായിക്കുന്നത് ദാനിയേലോ കോരശ് രാജാവിന്റെ 1-ാം ആണ്ട് വരെ ജീവിച്ചിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. 4 രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ പ്രമാണം കൈവിടാതെ ഒരുവൻ നിന്നു. ഞാൻ ഇതുവരെ പക്ഷേ നിങ്ങളുടെ മുമ്പേ പറഞ്ഞിട്ടുണ്ടാവാം, നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. റെക്കോർഡ് ചെയ്യുന്നുള്ളത് കൊണ്ട് ഒരു പക്ഷേ മറ്റാരെങ്കിലും ഇത് കേട്ടാലോ അവർക്ക് വേണ്ടി ഹല്ലേലൂയ, സ്തോത്രം, ഒരു പ്രാവശ്യം എന്ന് പറയുക. ദാനിയേൽ ഒരു കാര്യം ഓർത്തോണം. 4 രാജാക്കന്മാരുടെ കാലത്ത് ശുഭപ്പെട്ടിരുന്നു എന്ന് വായിക്കുമ്പോൾ ഇങ്ങനെയുള്ളവരെ പിടിച്ചിങ്ങോട്ട് കൊണ്ടുവരുമ്പോഴുണ്ടല്ലോ, ഹല്ലേലൂയ, ആദ്യം ചരിത്രം പറയുന്നത്, ആദ്യം ഇവരെ ചെയ്യുന്ന ഒരു കാര്യം, അവരെ ഷണ്ടന്മാരാക്കി കളയും. അതായത് അവർക്ക് വാസക്ടമി ചെയ്യുമെന്ന് ഹല്ലേലൂയ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നു. കാരണം ഇവർക്ക് ഒരു തലമുറ ജനിക്കരുത്. ഇവരാരും വിവാഹം കഴിച്ചതായിട്ട് നമുക്ക് അവിടെ എങ്ങും കാണാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഇവർക്ക് ഒരു കുടുംബജീവിതത്തിലേക്ക് പോകാനായിട്ട് അവരെ അനുവദിക്കത്തില്ല. അങ്ങനെ പോയാൽ പോലും അവർക്കൊരു സന്തതി ജനിക്കരുത്. കാരണം കൊട്ടാരത്തിലാണ് ജീവിക്കുന്നത്. കൊട്ടാരത്തിന്റെ അതോറിറ്റിയിൽ നിന്ന് ഇവർക്ക് സന്തതികൾ ഉണ്ടായാൽ അവരെല്ലാരും കൂടി ഈ രാജ്യത്തെ നശിപ്പിച്ചു കളയാൻ സാധ്യത. കാരണം ഇവരുടെ ക്വാളിഫിക്കേഷൻസ് പറഞ്ഞ് ഇവർ സുന്ദരന്മാരാണ്. 4-ാം വാക്യം, സകല ജ്ഞാനത്തിലും നിപുണന്മാരാണ്, അറിവിൽ സമർത്ഥന്മാരാണ്, വിദ്യാപരിജ്ഞാനികളാണ്, രാജധാനിയിൽ പരിചരിക്കുവാൻ യോഗ്യന്മാരാണ്, രാജസന്തതികളാണ്, റോയൽ ബ്ലഡ് ആണ്. അതുകൊണ്ട് ഇവരിൽ ഒരു സന്തതി ജനിച്ചാൽ അവർ ഈ സിംഹാസനത്തെ മറിച്ചു കളയാൻ സാധ്യതയുണ്ട്. ഇവരെല്ലാരും കൂടിയാ അത് അവോയ്ഡ് ചെയ്യാൻ ഇവരിത് ചെയ്യും. ഇവരെ ശാരീരികമായി ഷണ്ടന്മാരാക്കും. 2, ഇവരെ ഇവിടെ കൊണ്ടുവന്ന ഇവരുടെ ഭാഷയും വിദ്യയും പഠിപ്പിക്കുന്നത് എന്തിനാണെന്നറിയാമോ? കണക്കനുസരിച്ച്, ചരിത്രം അനുസരിച്ച് ദാനിയേൽ കൊട്ടാരത്തിൽ വരുമ്പോൾ ഹീസ് ഓൺലി 16. അവന് 16 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. ആ പ്രായത്തിൽ ഇവനെ ഇവിടെ കൊണ്ടുവന്ന് ഈ കൽദയരുടെ ഭാഷയും വിദ്യയും മന്ത്രവാദവും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അഭ്യസിപ്പിച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? കുറച്ചു കാലം കഴിയുമ്പോൾ ഇവന്റെ ഭാഷ മറന്നു പോകും. ഇവന്റേതായിട്ട് ഹല്ലേലൂയ, സ്തോത്രം, പഠിച്ചു വെച്ചിരുന്ന പലതും ഇവൻ മറന്നു പോകും. എന്തിനാ അത് ചെയ്യുന്നതെന്ന് അറിയാമോ? അവരുടെ മാനസിക മണ്ഡലത്തിൽ, അവരുടെ ഇന്റലക്ച്വൽ വേയിൽ അവരെ ഷണ്ണന്മാരാക്കുക. അവരുടേതൊന്നും ഇനി ഇവിടെ പ്രാക്ടീസ് ചെയ്യരുത്. ദൈവമക്കളെ, ശാരീരികമായും മാനസികമായും ഞാനും നിങ്ങളും ഷണ്ടന്മാരാകണമെന്നുള്ളതാണ് ശത്രുവിന്റെ പരിപാടി. അതിനേക്കാൾ കൂടുതൽ ഇതിൽ രണ്ടിലും ഞാനും നിങ്ങളും പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് വന്നാൽ ആത്മീകമായി നമ്മൾ ഓട്ടോമാറ്റിക്കലായി ഷണ്ടന്മാരായി പോകാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. കാരണം ജീവിക്കുന്നത് രാജധാനിയിലാണ്, ജീവിക്കുന്നത് വിഗ്രഹാരാധനയുടെ നടുവിലാണ്, ഭക്ഷിക്കുന്നത് വിഗ്രഹത്തിന് കൊടുത്തതിന്റെ ബാക്കിയാണ്, പൂജയ്ക്ക് കൊടുത്തതിന്റെ ബാക്കിയാണ്. ഇതെല്ലാം കൂടെ ആയി കഴിയുമ്പോൾ ഈ വിദ്യയും ഈ കാര്യങ്ങളും എല്ലാം കൂടെ പഠിപ്പിച്ച് തലയ്ക്കകത്തോട്ട് കയറ്റി ബുദ്ധിരാക്ഷസന്മാരാണെന്ന് പറഞ്ഞ് ചില അധികാരങ്ങളുടെ കയ്യിൽ തന്നു കഴിയുമ്പോൾ പ്രമാണം മറന്ന് ജീവിക്കാനുള്ള സാഹചര്യമുണ്ട്. അതിന്റെ നടുവിൽ ദൈവാത്മാവ് പറയുന്നു, do not compromise on holiness. വിശുദ്ധ ജീവിതത്തിൽ കോംപ്രമൈസ് ചെയ്യല്ലേ. ആത്മാവിന് വേണ്ടി ചെറിയ പ്രായത്തിൽ നിന്റെ അപ്പൻ പഠിപ്പിച്ചതോ, നിന്റെ ഈ ചെറിയ പ്രായത്തിൽ നിന്റെ അമ്മ പഠിപ്പിച്ചതോ, നിന്റെ ദൈവസഭ പഠിപ്പിച്ചതോ, നിന്റെ സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് പഠിപ്പിച്ചതോ, ഹല്ലേലൂയ, you have to produce. ലോകം നിങ്ങളെ ഹാൻഡിക്യാപ്ഡ് ആക്കുമ്പോൾ, ലോകം നിങ്ങൾക്ക് ഒരു മുഖം മൂടി വെച്ച് ലോകത്തിന്റെ വഴികളിലൂടെ അതിന്റെ ലക്ഷ്യത്തിലേക്ക് നീക്കുമ്പോൾ വിശുദ്ധിയിൽ കോംപ്രമൈസ് ആകാതിരുന്നാൽ, ദാനിയേലേ, നിന്റെ സന്തതി, നിന്റെ 4 തലമുറ ജനിച്ച് നിന്റെ ബുദ്ധി
നിന്റെ കഴിവുള്ള, നിന്റെ പ്രാപ്തിയുള്ള, നിന്റെ രാജകീയത്തിന്റെ റോയൽ ബ്ലഡ് ഉള്ള ഹല്ലേലൂയ ദൈവത്തിന്റെ സ്വന്തം ജനത്തിന്റെ ഹല്ലേലൂയ 4 തലമുറ ജനിച്ച് 4 രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ ചെയ്തു വെക്കേണ്ടുന്ന കാര്യങ്ങൾ ഹല്ലേലൂയ വിശുദ്ധിക്ക് വേണ്ടി നിന്ന ദാനിയേലിനെ കൊണ്ട് 4 രാജാക്കന്മാരുടെ കാലത്തിൽ ദൈവം ചെയ്യും. വിശുദ്ധിക്ക് വേണ്ടി നിൽക്കാമോ? പ്രമാണത്തിന് വേണ്ടി നിൽക്കാമോ? പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിൽക്കാമോ? അല്ലെങ്കിൽ ഈ പുസ്തകം ഈ ആംഗിളിൽ ഒന്ന് പഠിക്കണം കേട്ടോ. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. ഇറ്റ് ഹസ് എൻകറേജ്ഡ് മീ എ ലോട്ട്. അങ്ങനെ നിന്നാൽ ഇനി ഭൂമിയിൽ ഒരു സന്തതിയെ കിട്ടിയില്ലേ? ഇന്റലക്ച്വലായിട്ട് നീ പ്രതീക്ഷിക്കുന്ന പലതും പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും 4 തലമുറയ്ക്കുണ്ട് ചെയ്യിപ്പിക്കേണ്ടത് ഒരാളെ കൊണ്ട്, ഒരു തലമുറയെ കൊണ്ട്. യെസ്, ആയുസ് ഒത്തിരി ഒന്നും വേണ്ട, ഒത്തിരി കഴിവും പ്രാപ്തിയൊന്നും വേണ്ട. ഒത്തിരി കാര്യങ്ങളൊന്നും വേണ്ട. An uncompromised life, കോംപ്രമൈസ് ചെയ്യാത്ത ഒരു ജീവിതം മതി. ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ഈ ഒരു ഭാഗം മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അടുത്ത ചാപ്റ്ററിലോട്ട് ഞാൻ പോകത്തില്ല. ഹല്ലേലൂയ, എനിക്കറിയാം സമയം മുമ്പോട്ട് പോയ. ഹല്ലേലൂയ, സ്തോത്രം. ഇതിന്റെ റിസൾട്ട് എന്തായിരുന്നെന്നറിയാം? 1-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. അവിടെ ഇങ്ങനെ വായിക്കാൻ കഴിയുന്നത്, ദൈവം ദാനിയേലിന് ഷണ്ഡാധിപന്റെ മുമ്പിൽ ദയയും കരുണയും ലഭിക്കുവാൻ ഇടയാക്കി. എല്ലായിടത്തു നിന്നും ഫേവർ കിട്ടിയെന്ന് വരത്തില്ല, പക്ഷേ ഫേവർ കിട്ടേണ്ടിടത്തു നിന്ന് തമ്പുരാൻ ഫേവർ തരും. ഫേവർ കിട്ടേണ്ടത്തു നിന്ന് തമ്പുരാൻ ഫേവർ തരും തരും തരും. എത്ര പേർ വിശ്വസിക്കുന്നു? വിശുദ്ധിക്കായി നിന്നത് നിമിത്തം എനിക്ക് ലഭിക്കേണ്ടുന്ന ഫേവർ എനിക്ക് നഷ്ടപ്പെടത്തില്ല, എന്റെ സന്തതിക്ക് നഷ്ടപ്പെടത്തില്ല. അത് കിട്ടും. ദൈവം ചിലരെ അതിനായി ഒരുക്കും. 2:15 വാക്യം ഇങ്ങനെയാ വായിക്കുന്നത്. 10 ദിവസം കഴിഞ്ഞ ശേഷം അവരുടെ മുഖം രാജഭോജനം കഴിച്ചു വരുന്ന സകല ബാലന്മാരുടേതിനും അഴകുള്ളതും അവർ മാംസപുഷ്ടിയുള്ളവരെന്നും കണ്ടു. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളാ, പ്രത്യേകിച്ച് മാതാക്കളോട് ഞാൻ ചോദിക്കട്ടെ, 10 ദിവസം ഒരു കൊച്ച് അല്ലെങ്കിൽ നല്ല ഫുഡ് കഴിച്ചാൽ വലിയ വ്യത്യാസം വരുമോ? എന്തോ വ്യത്യാസം വരും. 10 ദിവസം അടുപ്പിച്ച് പാല് കുടിക്കാതിരുന്ന പാല് കുടിച്ചു, അല്ലെങ്കിൽ ഇച്ചിരി പുഷ്ടിയുള്ള ആഹാരം കഴിച്ചു, 10 ദിവസം കൊണ്ട് വലിയ വ്യത്യാസമൊന്നും മുഖത്ത് വരുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ 10 മാസം ശ്രമിച്ചാലായിരിക്കും ഒന്ന് മിനിങ്ങി വരുന്നത്. പക്ഷേ 10 ദിവസം കൊണ്ട് ഒരു ഭയങ്കര ഡിഫറൻസ്. ഭൗതികമായിട്ട് കഴിച്ചവനല്ല, വേണ്ടാന്ന് പറഞ്ഞു നിന്നവന്, ഭൗതികമായിട്ട് എല്ലാം രുചിച്ചു നോക്കിയവനല്ല, മുമ്പിൽ കൊണ്ടുവന്ന് വെച്ച രാജഭോജനവും രാജാവിന്റെ വീഞ്ഞും അകത്തെ പ്രമാണത്തിനു വേണ്ടി ആ ചെറിയ പ്രായത്തിനുള്ളിൽ അവന്റെ അകത്ത് വീണ ന്യായപ്രമാണത്തിന്റെ അപ്പത്തോടും അവന്റെ അകത്ത് വീണ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ വീഞ്ഞിനോടും ചേരുന്നതല്ലെന്ന് കണ്ട് അതിനോട് വേണ്ടെന്ന് പറഞ്ഞവന്റെ മുഖം 10 ദിവസം കൊണ്ട് തമ്പുരാൻ വ്യത്യസ്തമാണ്. A short period is more than enough. കർത്താവ് അത് ചെയ്യും, കർത്താവ് അത് ചെയ്യും. ഇവർക്ക് എന്താ അവർക്കുണ്ടായത്? അവർക്ക് പുഷ്ടി ഉണ്ടായെന്ന്. മറ്റുള്ളവരെക്കാട്ടിലും പുഷ്ടിയുള്ളവരാണെന്ന് കണ്ടു. എന്റെ നടുവിൽ ഞാൻ ഒരു കാര്യം പറയാം. ദൈവമക്കളെ, വിശുദ്ധിക്ക് വേണ്ടി നിന്നാൽ
വേർപാടിന് വേണ്ടി നിന്നാൽ സകല നുകത്തെയും തകർക്കാൻ കഴിയുന്ന അഭിഷേകത്തിന്റെ പുഷ്ടി 10 ദിവസം കൊണ്ട് തരാൻ നിനക്ക് കഴിയും, ദൈവത്തിന് കഴിയും. ശത്രുവിന്റെ ഏത് കട്ടിയുള്ള നുകത്തെയും ഒടിച്ചു കളയാൻ കഴിയുന്ന അഭിഷേകത്തിന്റെ പുഷ്ടി ഒരുപക്ഷെ രാജഭോജനം കഴിക്കുന്ന, രാജാവിന്റെ വീഞ്ഞു കുടിക്കുന്ന പലർക്കും ഹല്ലേലൂയ അവരുടെ മുമ്പിൽ വരുന്ന പല നുകത്തെയും തകർക്കാൻ കഴിയത്തില്ല. പക്ഷേ വിശുദ്ധിക്ക് വേണ്ടി, വേർപാടിന് വേണ്ടി നിൽക്കുന്ന ദാനിയേലിന്റെ, ശദ്രക്കിന്റെ, മേശക്കിന്റെ, അബേദ്നെഗോവിന്റെ മുമ്പിൽ വരുന്ന തീച്ചുളയുടെ നുകം, സിംഹക്കുഴിയുടെ നുകം, ഹല്ലേലൂയ സ്തോത്രം, ഏത് രാജാക്കന്മാരുടെയും മുഖത്തെ അഭിഷേകം കൊണ്ട് ഉടയ്ക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു പുഷ്ടി അത് കർത്താവിന് തരാൻ കഴിയും. ഇന്ന് എനിക്ക് നിങ്ങൾക്കും നാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയാ? 17ാമത്തെ വാക്യം ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. നിങ്ങൾ എന്നോട് സമ്മതിച്ചാലും ഇല്ലേലും ഹല്ലേലൂയ സ്തോത്രം. ഈ 4 ബാലന്മാർക്കോ ദൈവം സകല വിദ്യയിലും ജ്ഞാനത്തിലും നിപുണതയും സാമർഥ്യവും കൊടുത്തു. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കും, കർത്താവേ ലോർഡ് ഫിൽ ദം വിത്ത് നോളജ്, സ്കിൽ, വിസ്ഡം, അണ്ടർസ്റ്റാൻഡിങ്. ഇതൊക്കെയല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾ ആരും അതൊന്നും പ്രാർത്ഥിക്കുന്നില്ലെന്നും, പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എന്റെ പിള്ളേർക്ക് അതൊക്കെ കൊടുക്കണേന്ന്. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നു. ദൈവമക്കളെ, വിശുദ്ധിക്ക് വേണ്ടി നിന്നാൽ, ഞാൻ കുഞ്ഞുങ്ങളോടൊരു കാര്യം പറയാം. An easy way to have wisdom, knowledge, understanding, skill. Do not compromise on holiness. That is the easiest way to get it. അൺകോംപ്രമൈസ്ഡ് ആയിട്ട് നിൽക്കാമോ? രാവിലെ എഴുന്നേൽക്കുമ്പം ദൈവവചനമേ ഞാൻ വായിക്കൂ. The first thing, I will begin my day by reading the word, by hearing from God. I will speak to my God before speaking to anybody else. ഇത്രയും കാര്യമെങ്കിലും പ്രായമുള്ളവരൊക്കെ ഞാൻ അങ്ങ് മാറ്റി നിർത്തുക. പിള്ളേരുടെ ഒന്നും മുഖമൊന്നും കാണാനില്ല, എങ്കിലും കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്നുള്ള ആ ഒരു ഉറപ്പിൽ ഞാൻ അങ്ങ് പറയുക. Can you decide these 3 things at least today? ഞാൻ എന്റെ കട്ടിലേന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഞാൻ ആദ്യം സംസാരിക്കുന്നത് എന്റെ ദൈവത്തോടായിരിക്കും. Just 1 sentence is enough. 1 sentence. Less than 1 minute prayer ആണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. I'm not asking you to pray for sit and pray for 1 hour. ഇല്ല, അത് നിങ്ങൾ ചെയ്യണം, അത് പിന്നത്തെ വേറെ കാര്യം. പക്ഷേ to start your day. ഒരു 1 minute prayer. കർത്താവേ, Lord, I submit this new day unto thy hands. കർത്താവേ, guide me, guard me, protect me and my family and my church members. അത്രയും ചെയ്യാമോ? ഇത് ഫോഴ്സ്ഫുള്ളി ചെയ്യിപ്പിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന ഒരു കാര്യം പറയാം. രാവിലെ കണ്ണു തുറന്ന അവര് കേൾക്കുന്നുണ്ട്. വലിയ ഇഷ്ടമില്ലാതൊക്കെയാ ചെയ്യുന്നത്. ആ ബെഡേ തന്നെ ഇരുത്തി 2 പേരുടെയും കയ്യിൽ ബൈബിൾ കൊടുക്കും. ഞാനും അവരോട് പ്രാർത്ഥിക്കും. ആ ബെഡേ ഇറങ്ങുന്നതിന് മുമ്പ് ഒരു വേഴ്സ് കാണാതെ പഠിച്ച് പറയാൻ പറ്റും. അത് തലയിലൊന്നും ഇരിക്കത്തൊന്നുമില്ല കേട്ടോ. അത് അന്ന് വൈകിട്ട് ചോദിച്ചാൽ പോലും അറിയത്തില്ല. ബട്ട് സ്റ്റിൽ എന്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ, അവരാദ്യം ഇന്ന് ദൈവത്തോടാണ് സംസാരിച്ചത്. അവരാദ്യം അവരുടെ മെമ്മറിയിലോട്ട് പോയത് ഒരു ബൈബിൾ വേഴ്സ് ആണ്. ആദ്യം അവർ സംസാരിച്ചത് ദൈവത്തോടാണ്. വലിയ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല, കണ്ണു ശരിക്കും തുറക്കത്തും ഇല്ല, അങ്ങനെയൊക്കെ ഇരുന്നാണ് ചെയ്യുന്നത്. ബട്ട് സ്റ്റിൽ ഐ എം ഡൂയിങ് ഇറ്റ് ഫോർ മൈ സാറ്റിസ്ഫാക്ഷൻ. അവരും കൂടെ കേൾക്കുന്നുണ്ട്, അവർക്കറിയാം.
പക്ഷേ ലെറ്റ്സ് ട്രൈ ആൻഡ് ഡു ഇറ്റ്. നമ്മുടെ ഭാഗത്ത് ചെയ്യാനുള്ളത് നമുക്ക് ചെയ്യാം. കുഞ്ഞുങ്ങൾ പ്രാക്ടീസ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് ഇറ്റ്സ് അപ് ടു ദം. It's up to them. But if you want to have wisdom, knowledge, understanding, skill, this is the easiest way. ഇത് നമുക്ക് ചെയ്യാം പ്രിയപ്പെട്ടവരെ. ഞാൻ ചോദിക്കട്ടെ, ഒരു പക്ഷേ നിങ്ങൾ പറയുമായിരിക്കാം, ഹല്ലേലൂയ സ്തോത്രം, ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് മൊത്തം ഇങ്ങനെ അങ്ങ് കൊടുക്കാനുള്ളതാണ്, ഇതെല്ലാം അങ്ങ് വേണ്ടാന്ന് വെക്കാനുള്ളത്. ഇപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ ഇതെന്തോ ഒരു ജീവിതം, ഇങ്ങനെയാണോ ജീവിക്കേണ്ടത്? അങ്ങനെയാണെങ്കിൽ ഷിജാൻഡി, ഞങ്ങൾ ന്യൂ ജനറേഷൻ ആണ്, ഞങ്ങൾക്ക് ഈ ന്യൂ ജനറേഷൻ കാലത്ത് നിങ്ങൾ ജീവിച്ചതുപോലെ ഒന്നും ജീവിക്കാൻ പറ്റത്തില്ല, ഞങ്ങൾക്ക് ഒത്തിരി പിയർ പ്രഷർ ഉണ്ടെന്നാണ് പറയുന്നത്. ഞങ്ങളുടെ ജനറേഷനിൽ ഇതുപോലുള്ള കാര്യങ്ങളിലൂടെ പോയതാണ്. നിങ്ങൾ അനുഭവിക്കാത്ത വേറെ രീതിയിലുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ അനുഭവിച്ചെന്നുള്ളതേ ഉള്ളൂ. Now we are there to help you. ഇതൊരു യൂത്ത് മീറ്റിംഗ് അല്ല എന്ന് എനിക്കറിയാം, ബട്ട് സ്റ്റിൽ. പക്ഷേ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമുക്ക് ദൈവം തന്നത്, നമ്മുടെ മുമ്പിൽ ഉള്ളത്, നമ്മുടെ കയ്യിൽ ഉള്ളത് പോലും ഹല്ലേലൂയ സ്തോത്രം ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം വിശുദ്ധിക്കായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നാം വിട്ടുകൊടുത്താൽ തമ്പുരാൻ നമ്മളെ അനുഗ്രഹിച്ചിരിക്കും, യാതൊരു സംശയമില്ല. മരുഭൂമിയിലെ ദൈവസഭയെ കുറിച്ച് ഒരുപക്ഷെ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അവരെ കുറിച്ച് പറയുന്നത് അവരുടെ വസ്ത്രം പഴകിയില്ല, അവരുടെ ചെരുപ്പ് തേഞ്ഞില്ല, ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ പറയട്ടെ, അവർക്ക് സമാഗമന കൂടാരം ഉണ്ടാക്കുന്ന സമയത്ത് ആ സമാഗമന കൂടാരത്തിലെ തിരശീലയും മറശീലയും വാതിൽ മറയും എല്ലാം നെയ്യാനുള്ള നൂല് അവരുടെ കൂടാരത്തിലുണ്ടായിരുന്നു. അവിടുത്തെ സ്ത്രീകളാണ് ഹല്ലേലൂയ നൂൽ നൂറ്റ് അതിനെ നെയ്തെടുത്തത്. 2 ഹല്ലേലൂയ സ്തോത്രം, അവർക്ക് ഈ തഹശുതോൽ കൊണ്ടാണ് ആ കൂടാരത്തിന് മൂടി ഉണ്ടാക്കിയത്. അവർക്ക് ചെരുപ്പുണ്ടാക്കാനുള്ള തഹശുതോൽ വേറെ എങ്ങൊന്നും കൊണ്ടുവന്നില്ല. ഹല്ലേലൂയ സ്തോത്രം കൊണ്ടുവരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഈ കൂടാരത്തിന് വേണ്ടിയിട്ടുള്ള തഹശുതോൽ ഇവരുടെ കയ്യിലുണ്ടായിരുന്നു. ഇനി പുരോഹിതനെ അഭിഷേകം ചെയ്യാനുള്ള അഭിഷേക തൈലം ഉണ്ടാക്കാനുള്ള കൂട്ടും അതിന്റെ വിദ്യയും ഇവരുടെ കയ്യിലുണ്ടായിരുന്നു. ധൂപക്കൂട്ടുണ്ടാക്കാനായിട്ടുള്ള സുഗന്ധവർഗത്തിനുണ്ടാക്കാനായിട്ടുള്ള സകലതും ഇവരുടെ കൂടാരത്തിലുണ്ടായിരുന്നു. പക്ഷെ ദൈവം ഒരു കാര്യം പറഞ്ഞു, ഹല്ലേലൂയ സ്തോത്രം, നൂൽ നൂറ്റ് എന്റെ ആലയത്തിന് വേണ്ടി കൊടുക്ക. ഹല്ലേലൂയ, നിന്റെ കയ്യിലുള്ള തഹശുതോൽ ചെരുപ്പുണ്ടാക്കണ്ട. ഹല്ലേലൂയ, നിന്റെ സന്തതിക്ക് വേണ്ടി ചെരുപ്പുണ്ടാക്കണ്ട, പകരം നീ ആലയത്തിന് വേണ്ടി കൊടുക്ക. നിന്റെ കയ്യിലുള്ള ഭംഗിയുള്ള ആ നൂലുണ്ടല്ലോ, ആ നീല നൂലും ചുവപ്പ് നൂലും വെള്ള നൂലും ധൂമ്ര നൂലും ഒക്കെ ഉണ്ടല്ലോ, ആ കോലാട്ട് കൊച്ചനെ ഹല്ലേലൂയ സ്തോത്രം വടിച്ചെടുത്ത് കിട്ടുന്ന അതിന്റെ രോമം കൊണ്ട് നീ നിന്റെ സന്തതിക്ക് കമ്പിളി ഉടുപ്പുണ്ടാക്കണ്ട. മരുഭൂമിയിലെ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ ഒന്നും ഉണ്ടാക്കണ്ട, നീ ആലയത്തിലോട്ട് കൊടുക്ക. നിന്റെ കയ്യിലിരിക്കുന്ന സുഗന്ധവർഗം ഹല്ലേലൂയ നീ ആലയത്തിൽ ധൂപക്കൂട്ടുണ്ടാക്കാൻ കൊടുക്ക. നിന്റെ കയ്യിൽ അഭിഷേക തൈലം ഉണ്ടാക്കാനുള്ള സംഭവം ആലയത്തിൽ അഭിഷേക തൈലം ഉണ്ടാക്കുക. അതിനപ്പുറമുള്ളതൊന്നും ഹല്ലേലൂയ നിന്റെ കൂടാരത്തിനകത്ത് ഉണ്ടാക്കരുതെന്ന് പ്രമാണം തന്നു. ആ പ്രമാണത്തിനനുസരിച്ച് ജനം തിന്നു. അതുകൊണ്ട് ജനത്തിന്റെ വസ്ത്രം പഴകിയില്ല, ചെരുപ്പ് തേഞ്ഞില്ല, അവർക്കൊന്നിനും കുറവ് വന്നില്ല. ഒന്നുകൂടെ ചേർത്ത് ഞാൻ പറയാം, ഹല്ലേലൂയ, ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ആ നൂല് കൊണ്ട് അവർ വസ്ത്രം ഉണ്ടാക്കിയിരുന്നു എങ്കിൽ, ഹല്ലേലൂയ, ആ കോലാട്ട് രോമം കൊണ്ട് ഒരു കമ്പിളി ഉടുപ്പ് അവരുണ്ടാക്കിയിരുന്നു എങ്കിൽ, ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം, ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ആ തൈലക്കൂട്ടും ആ വിദ്യയും കൊണ്ട് അവർക്ക് ഇഷ്ടമുള്ളതുപോലൊക്കെ എന്തായാലും ഉണ്ടാക്കി ദേഹത്ത് തേച്ചുകൊണ്ട് നടന്നിരുന്നുവെങ്കിൽ മരുഭൂമിയിൽ ചുറ്റിക്കറങ്ങിയേനെ. പക്ഷേ ഹല്ലേലൂയ സ്തോത്രം, ഇതിനകത്തെ ഒരു നൂല് പോലും, ഇതിനകത്തെ ഒരു വസ്ത്രം പോലും, ഇതിനകത്തെ ഒരു ചെരുപ്പ് പോലും ഹല്ലേലൂയ 20 വയസ്സിന് ഹല്ലേലൂയ മേളിലുണ്ടായിരുന്ന ഒരെണ്ണം പോലും കനാൻ കടന്നില്ല കേട്ടോ. ഹല്ലേലൂയ മൊത്തം മരുഭൂമിയിൽ പട്ടുപോയി. ഈ വസ്ത്രം മുഴുവൻ മരുഭൂമിയിൽ തീർന്നു പോയാലും, ഈ എണ്ണ മുഴുവൻ മരുഭൂമിയിൽ തീർന്നു പോയാലും, ഈ ധൂപക്കൂട്ട് മുഴുവൻ ഹല്ലേലൂയ നിന്റെ വീട്ടിനകത്ത് കൊതുകിനെ ഓടിക്കാൻ കൊള്ളായിരുന്നു. പക്ഷേ ഹല്ലേലൂയ സ്തോത്രം, നീ വിശുദ്ധിക്ക് വേണ്ടി, വേർപാടിന് വേണ്ടി, ആലയത്തിലെ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ഉപയോഗത്തിന് വേണ്ടി ദൈവം നിനക്ക് തന്ന ബ്ലെസ്സിങ്സ് കൊടുത്തപ്പോൾ അത് മുഴുവൻ കനാനിലെത്തി. ഹല്ലേലൂയ സ്തോത്രം, നിന്റെ കയ്യിലുണ്ടായിരുന്ന അഭിഷേക തൈലം ഉണ്ടാക്കാനുള്ള കൂട്ട് ഒത്തിരി പുരോഹിതന്മാരെ അഭിഷേക
നിൽക്കുമോ വിശുദ്ധിക്ക് വേണ്ടി? നിൽക്കുമോ വിശുദ്ധിക്ക് വേണ്ടി? ഈ നാളുകളിൽ നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവേ, കോംപ്രമൈസ് ചെയ്യാത്ത ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ, എക്സ്ക്യൂസസ് ഒന്നും പറയാത്ത ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ ദൈവമേ അങ്ങ് ഞങ്ങളെ സഹായിക്കണം. തങ്ങളെ വളക്കാം, കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായി ഞങ്ങളുടെ ദൈവമേ സുഖിപ്പിക്കണം. Help us not to give up on holiness. വിശുദ്ധ ജീവിതം കോംപ്രമൈസ് ചെയ്യാതെ ജീവിക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണം. ഞങ്ങൾക്ക് അങ്ങ് വെച്ച് നീട്ടുന്ന എല്ലാ അനുഗ്രഹങ്ങളും അങ്ങയുടെ ആലയത്തിന് വേണ്ടി, അങ്ങയുടെ വിശുദ്ധ ഉപയോഗത്തിന് വേണ്ടി, അങ്ങയുടെ വിശുദ്ധ സ്ഥലത്തെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി, ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കുന്ന മുഴുവൻ ഒലിവും ഇടിച്ചെടുത്ത് തെളിവുള്ള ഒലിവെണ്ണ വരുമ്പോൾ അത് ആലയത്തിൽ നിലവിളക്ക് കത്തുവാൻ, ഞങ്ങളെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഷണ്ണന്മാരാക്കിയാലും ഒരിക്കലും ആത്മാവിൽ ഷണ്ണന്മാരാകാതെ വണ്ണം ഞങ്ങളെ സൂക്ഷിക്കണം. വിശുദ്ധിക്കായി ഞങ്ങളെ ഒരു പ്രാവശ്യം കൂടെ ഏൽപ്പിച്ചു തരുന്ന കർത്താവ്, കാരണം അങ്ങ് മടങ്ങി വരുന്നത് വിശുദ്ധന്മാരെ ചേർക്കാൻ. അതുകൊണ്ട് അങ്ങയുടെ സ്റ്റാൻഡേർഡിനനുസരിച്ചുള്ള ഒരു വിശുദ്ധ ജീവിതം അത് നയിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണം. ദൈവസഭയെ സഹായിക്കുന്നു. യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങൾ ഒരുമിച്ച് അങ്ങയോട് ചോദിക്കുന്നു, കൃപ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ. ഒരു പ്രാവശ്യം കൂടെ അവസരം ഒരുക്കിയതിന് ദൈവസഭയോട് നന്ദി പറയുന്നു. ഗോഡ് ബ്ലെസ്.